ദൈവത്തിൻ്റെ വിലതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും ഇവിടെയൊക്കെ അടങ്ങിയിരിക്കുന്ന പരിശുദ്ധൻ്റെ മത്സരത്തെ അപേക്ഷിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും നല്ല സാവകാശത്തെയും ദൈവത്തെ സ്തുതിക്കുന്നു. ബുധനാഴ്ച ദിവസങ്ങളിൽ പരിശുദ്ധ പരമ്പരപ്പള്ളിയിൽ നിന്ന് വിശ്വാസ പഠന ക്ലാസുകൾ ഗ്രിഗോറിയൻ ലിപിയിലൂടെ ഒരുപാട് എത്തിച്ചുകൊണ്ടു. അതിലൂടെ അനേക വിശ്വാസികൾക്ക് കൂടുതൽ വിശ്വാസം പഠിക്കുവാനും സഭയുടെ ആരാധനകളെക്കുറിച്ച് പഠിക്കുവാനും അങ്ങനെ മറ്റു പല കാര്യങ്ങളും പഠിക്കുവാനും ദൈവികരായി തീരുവാനും ഉതകുന്നത് സന്തോഷമുള്ള അനുഭവമാണ്. ഇതിനു മുമ്പും ഈ ക്ലാസ്സിൽ സംബന്ധിക്കുവാനൊക്കെ ദൈവം ഭാഗ്യതയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും ഇവിടെ വരുവാൻ ഇടയാക്കിയ അവർക്ക് വീണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. സഭയുടെ വിശ്വാസം പ്രത്യേകിച്ച് വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി ആരാധനയും സഭയുടെ പാരമ്പര്യങ്ങളും സഭയുടെ വിശ്വാസവും കൂടുതൽ പഠിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ആരാധനയെ നമ്മൾ സംബന്ധിക്കുമ്പോഴും അതുപോലെ തന്നെ സഭാജീവിതം നയിക്കുമ്പോഴും സഭയുടെ വിശ്വാസം കൂടുതൽ പഠിച്ചുകൊണ്ട് അതിലേക്ക് കടന്നാൽ കൂടുതൽ അർത്ഥവത്തായി നമുക്ക് സംബന്ധിക്കുവാനും അതുപോലെ തന്നെ സഭയിൽ പ്രവർത്തിക്കുവാനും സംശയരക്ഷകന്റെ ദൈവത്തിൽ അടിമറിച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും ഈ വിശ്വാസ പഠനങ്ങൾ നമ്മളെ തീർച്ചയായും സഹായിക്കുന്നുണ്ട്. പല വിഷയങ്ങളും നമ്മൾ ഇവിടുത്തെ ക്ലാസ്സുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ദൈവത്തിന് ആശ്രയിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുവാനൊക്കെ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത് ദശാംശത്തെക്കുറിച്ചുള്ള ഒരു വിഷയമാണ്. ദശാംശം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു വിശ്വാസി ദൈവത്തിന് കൊടുക്കുന്ന ദൈവിക പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു നന്ദി പ്രകടനം എന്ന രീതിയിലൊക്കെ വളരെയധികം വിശദമായ അർത്ഥങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ എല്ലാ വിശ്വാസികളും ദശാംശം കൊടുക്കണം എന്നുള്ളതാണ് സഭ നിഷ്കർഷിക്കുന്നത്. ആധുനിക ലോകത്തിൽ അത് വിശദമായി സാധ്യമാകുന്നു എന്ന സംശയമാണ്. ദശാംശം കൊടുക്കുക എന്ന് പറയുന്നത് യഹോവയുടെ കൽപ്പനയാണ് എന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും നമ്മൾ സ്വയപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തുമ്പോൾ നമ്മൾ ദശാംശം കൊടുക്കുന്നവരാണോ എന്ന് ചിന്തിക്കുവാൻ കൂടി അല്ല എങ്കിൽ അതിലേക്ക് നമ്മെ നയിക്കുവാൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. സൃഷ്ടാവെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടാവ് സൃഷ്ടി കൊടുത്തിരിക്കുന്നതിൽ നിന്ന് ഒന്ന് സൃഷ്ടാവിന് വേണ്ടി അല്ലെങ്കിൽ ദൈവികമായിരിക്കുന്ന നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു കളമാണ് എന്ന് രക്തചുരുക്കമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. വ്യാപകമായ അർത്ഥമുണ്ട്. അതിൻ്റെ ചില അർത്ഥങ്ങളിലേക്ക് കടക്കാത്തതിനാണ് മനസ്സും ശരീരവും ഒരുപോലെ ക്ലാസ്സിലായിരിക്കുവാൻ സ്നേഹത്തോടെ ഓർമ്മിക്കുകയാണ്. ദശാംശത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ മാലാഖി പ്രവചനത്തിൻ്റെ വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഇതൊരു ക്ലാസ്സായിട്ട് പ്രസംഗങ്ങൾക്ക് തന്നെ ആയിരിക്കാതെ എഴുതിയെടുക്കുവാനുള്ളതിനുള്ള പേപ്പറും വരെയുള്ളവർ തയ്യാറായിരുന്നാൽ നല്ലതായിരിക്കും. എഴുതി വെച്ചിട്ടായിരിക്കും പലപ്പോഴും വാക്യങ്ങളും വേദപുസ്തകവും ദശാംശവുമായിട്ടുള്ള വിഷയമാണ് എടുക്കുന്നത്. വാക്യങ്ങൾ കുറിച്ച് വെച്ചാൽ ഒത്തിരി നല്ലതായിരിക്കും. മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും നമുക്ക് തന്നെ കൂടുതൽ പഠിക്കുവാനും ഒക്കെ അതിന് മുഖാന്തരമാക്കി. ദശാംശത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ ഉൽപ്പത്തി മുതൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ദശാംശം തുടങ്ങണമെന്നും അത് അനുഗ്രഹമായിരിക്കുമെന്നും ലൗകികമായി ഭൗതികമായി ആത്മീയമായി നല്ല ഉയർച്ച ഉണ്ടാകുവാൻ അത് സഹായിക്കുമെന്നും ഒക്കെയുള്ള ആശയങ്ങൾ ഉൽപ്പത്തി മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്. ചുരുക്കത്തിൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ ഈ ദശാംശ പദ്ധതി നമ്മൾ കാണുന്നു. ഒരു സന്തോഷമുള്ളത് ദശാംശത്തെക്കുറിച്ച് സഭാജനങ്ങൾക്ക് മനസ്സിലാക്കുവാനും അത് കൊടുക്കുവാനും അതിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാനും നമ്മുടെ സഭയിൽ ചില ഭദ്രാസനങ്ങളിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉൾപ്പെടുന്ന ഭദ്രാസനത്തിൽ അതിനുവേണ്ടി ഒരു ഓഫീസ് തന്നെ ഇപ്പോൾ ഉണ്ട്. അതിന് ഒരു ഓഫീസ് സെക്രട്ടറി ഉണ്ട്.
പള്ളികളിൽ ഓരോ ഞായറാഴ്ചകളിലും പള്ളികളിൽ പോയി ദശാംശത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുവാനും ദശാംശം അവിടെ നിന്ന് തിരിച്ചെടുത്തുകൊണ്ട് ആരംഭ ഓഫീസിൽ വന്നു അത് ആ ആഴ്ചയിൽ തന്നെ കൊടുക്കേണ്ടവർക്ക് പ്രത്യേകിച്ച് ചാരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കുവാനും നമുക്ക് കഴിയുന്നത് ഭദ്രാസനങ്ങളുടെ സഭയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഓർക്കണം. കൊടുക്കുന്നവർക്ക് അടുത്ത വർഷവും അത് കൊടുക്കുവാനുള്ള അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കുന്നു എന്നുള്ളത് കൂടി പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതുകൊണ്ട് ദശാംശത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കേൾക്കുമ്പോൾ അത് കൊടുക്കുന്നവരായി തീരുവാൻ ഇടയാകട്ടെ എന്ന് വീണ്ടും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ദശാംശം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബൗദ്ധികമായി ചിന്തിക്കുമ്പോൾ ദൈവത്തിന് എന്തിനാണ് നമ്മുടെ കാശും കാര്യങ്ങളും അല്ലെങ്കിൽ പല പരിപാടികളും എന്ന് ചിന്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ബുദ്ധിയുമുണ്ട്. ദൈവത്തിന് നമ്മളെ കാശാക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മൾ കൊടുക്കാനുള്ള ഏറ്റവും വലിയ ദശാംശം എന്ന് പറയുന്നത് നമ്മളെ തന്നെ കാണിക്കയായിട്ട് സമർപ്പിക്കുവാൻ പാകമായിട്ടുള്ളൂ. നമ്മളെ തന്നെ കാണിക്കയായിട്ട് സമർപ്പിക്കുന്നതാണ് ദൈവത്തിന് കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ദശാംശം. അത് നമ്മൾ വിചാരിച്ചാൽ വിശുദ്ധ ജീവിതത്തിലൂടെയും സ്തുതികളിലൂടെയും സ്തോത്രങ്ങളിലൂടെയും അനുതാപത്തിലൂടെയും കരുണക്കടല എന്ന പാട്ടിൽ പാടുന്നത് പോലെ അജമോ ആണോ കുഞ്ഞാലിയും ഇതിനുള്ളിൽ കണ്ണീരുള്ള അനുതാപ ഹൃദയമുള്ള ജീവിതം ദൈവത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമാണ്. അതിനോട് ചേർന്നാണ് കൊടുക്കുന്ന നേർച്ചകളും ദശാംശങ്ങളും പല വഴിപാടുകളും ഒക്കെയും അത് മുഴുവനും ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, ഇല്ലാത്തവർക്ക് വേണ്ടി കൊടുക്കുവാൻ വേണ്ടിയുള്ളതാണ്. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനും പ്രചരിപ്പിക്കപ്പെടുവാനും ഒക്കെയുള്ള മുഖാന്തരത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ ദശാംശം കൊണ്ട് ശീലിക്കുവാൻ കർത്താവെ സഹായിക്കട്ടെ. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ ഈ ഒരു സമർപ്പണം നമ്മൾ കാണുന്നുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഹാബേലിൻ്റെയും ഹായിൻ്റെയും ചില പരിപാടികൾ കാഴ്ചകൾ സമർപ്പണം രണ്ടുപേരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആദ്യം തന്നെ നമ്മുടെ ആവശ്യപ്പെട്ടതുപോലെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. ഹാബേലിൻ്റെ പരിപാടി ദൈവം പ്രസാദിച്ചു, കായലിന് പ്രസാദിച്ചില്ല. അതിലൂടെ കായലിലേക്ക് കടക്കാനായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഫലവുമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് മുതൽ ഒരുപാടുകൾ പരിശോധിക്കുമ്പോൾ ദശാംശത്തിൻ്റെ സംഘത്തെക്കുറിച്ച് ഒക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ കാണുന്നു. വേദപുസ്തകത്തിൻ്റെ വാക്യങ്ങൾ കൂടി പറഞ്ഞ് പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 14-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ മുഴുവൻ വിശദീകരിക്കുവാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ ഭവനത്തിൽ പോയി ഒരു ഹോംവർക്ക് പോലെ ഭംഗിയായിട്ട് പഠിക്കുവാൻ കൂടി വാക്യങ്ങൾ ഓർത്തിരിക്കുക. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വേദഭാഗം ഞാൻ തന്നെ വായിച്ച് കേൾപ്പിക്കാം. ശാലേം രാജാവായ മെൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് താമോട്ട് പിന്നെയും വായിക്കുകയാണ്. അങ്ങനെ വളരെ ഭംഗിയായി അബ്രഹാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. വിശ്വാസികളുടെ പിതാവ്, വേദപുസ്തകത്തിൽ ഏറ്റവും അനുഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പിതാവാണ് അബ്രഹാം പിതാവ്. എല്ലാ മതവിഭാഗങ്ങൾക്കും അബ്രഹാമിനെ വളരെ ഇഷ്ടമാണ്. ക്രിസ്ത്യാനികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അബ്രഹാമിനെ. യഹൂദന്മാർക്ക് അതിന് ഇഷ്ടമാണ്. ഇസ്ലാം മതവിഭാഗക്കാർക്ക് ഇബ്രാഹിം നബി അബ്രഹാം വളരെ ഇഷ്ടമാണ്. കാരണം അബ്രഹാം വിശ്വാസികളുടെ പിതാവായി അറിയപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസിയായി നമ്മൾ കാണുന്നു. ആയതുകൊണ്ട് അബ്രഹാം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ടവനാകുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ മെൽക്കിസേദെക്ക് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. മെൽക്കിസേദെക്കിനെ കുറിച്ച് പറയുവാൻ സമയം കുറവാണ്. അദ്ദേഹം ഒരു പുരോഹിതൻ, യേശുക്രിസ്തുവിൻ്റെ മുന്നോടിയായി വന്ന പൗരോഹിത്യത്തെ കുറിച്ചൊക്കെ കൊടുക്കുന്നു. അപ്പത്തെയും വീഞ്ഞിനെയും കുറിച്ച് അവിടെ സൂചിപ്പിക്കുന്നു. പഴയ നിയമം വലിയ വസ്തുക്കളല്ല ഉപയോഗിക്കുന്നത്, അപ്പവും വീഞ്ഞുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിനെക്കുറിച്ച് പറയുവാൻ വിഷയമായ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നമ്മുടെ വിഷയം ദശാംശമാണ്. അബ്രഹാമിന് ലഭിച്ച സകലത്തിലും അബ്രഹാം ദശാംശം കൊടുത്തുകൊണ്ടേയിരുന്നു. അതിലൂടെ ദൈവം തമ്പുരാൻ അദ്ദേഹത്തെ വളരെയധികം അനുഗ്രഹിക്കുന്നതായിട്ട് ഭൗതികമായും ആത്മീകമായും അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ വ്യക്താവായിട്ട് അബ്രഹാം മാറുകയാണ്.
പ്രിയമുള്ളവരെ, അബ്രഹാമും അബ്രഹാമിൻ്റെ വംശാവലിയും പരിശോധിച്ചാൽ ഈ അനുഗ്രഹത്തിൻ്റെ അനുഭവം വീണ്ടും നമ്മൾ കാണാവുന്നതാണ്. ആയതിനാൽ അബ്രഹാം അവന് കൊടുത്ത സകലത്തിലും അവന് ദശാംശം കൊടുത്തു. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്നുള്ള ദശാംശമായിട്ടാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് സകലത്തിലും എന്ന് പറയുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ സകലത്തിലും എന്നതിനൊരു ഡെഫിനിഷൻ കൊടുക്കാവുന്നത്, അഭിമാനിക്കത്തക്കതായി നമുക്ക് എന്തുണ്ടെങ്കിലും അതിലൊക്കെ ഒരു അംശം, ദശാംശം ദൈവത്തിന് മാറ്റിക്കൊടുക്കണം. ഇപ്പോൾ നമുക്ക് ഇത്രയും പേർക്ക് ഇവിടെ ഇരിക്കുവാൻ സാധിച്ചു. നമുക്ക് ദൈവം തമ്പുരാൻ 24 മണിക്കൂർ സമയം തരുമ്പോൾ നമുക്ക് തരുന്ന സമയത്തിൽ നിന്നും ഒരു ദശാംശം മാറ്റിവെക്കുവാൻ നമുക്കിടയാകുന്നുണ്ടോ? പ്രാർത്ഥനയ്ക്കായി നമ്മുടെ സമയം മാറ്റിവെക്കുവാൻ നമുക്കിടയാകുന്നുണ്ടോ? നമ്മുടെ കഴിവുകൾ, ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന താലന്തുകൾ, കഴിവുകൾ, ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട്, പല വിധത്തിലുള്ളത്. ഈ കഴിവുകളുടെ ഒരംശം ദൈവത്തിന് വേണ്ടി ചെലവഴിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നല്ലതായി പാടുവാൻ അറിയാവുന്നവരുണ്ട്, നല്ലതായി പ്രസംഗിക്കുവാൻ അറിയാവുന്നവരുണ്ട്, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള താലന്തുകളുള്ളവരുണ്ട്. ഈ താലന്തുകളൊക്കെയും കുഴിച്ചു മൂടപ്പെട്ടവയാകാതെ ദൈവത്തിന് പ്രയോജനകരമായ രീതിയിൽ മാറ്റിവെക്കുമ്പോൾ അതിൻ്റെ ദശാംശം എന്ന് പറയുവാൻ നമുക്കിടയാകും. ദശാംശം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ 10-1, 100-10 അങ്ങനെയൊക്കെ ഞങ്ങൾ പോകുന്നുവല്ലോ. അതുകൊണ്ട് ദൈവം തമ്പുരാൻ നമുക്ക് തരുന്ന സമയത്തിൻ്റെ ഒരു അംശം, ദശാംശം ദൈവത്തിന് വേണ്ടി, ദൈവീക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ 127-ാം സങ്കീർത്തനം പറയുന്നത് പോലെ തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, തൻ്റെ പ്രിയന് ധാരാളം വിശ്രമം കൊടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും രാത്രി താമസിച്ച് കിടപ്പാൻ പോകുന്നതും വ്യർത്ഥമത്രേ. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു, വിശ്രമം കൊടുക്കുന്നു. പ്രിയമുള്ളവരെ, ശാബത നാളുകളിൽ അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ, കടപ്പെട്ട ദിനങ്ങളിൽ, യാമപ്രാർത്ഥനകളിൽ, പരുമലപ്പള്ളിയെക്കുറിച്ച് നമുക്കറിയാം, 7 യാമപ്രാർത്ഥനകളും കൃത്യസമയത്ത് നടക്കുന്ന ഒരു പള്ളിയാണ് പരുമല ദേവാലയം. ആശ്രമങ്ങൾ, സെമിനാരികളൊക്കെ അങ്ങനെയാണ്. നമ്മുടെ ഭവനങ്ങളും അങ്ങനെ ആയിരിക്കുവാൻ തക്കതിന് പിതാക്കന്മാർ നമുക്ക് പുസ്തകവും ക്രമീകരിച്ച് തന്നിട്ടുണ്ട്, 7 യാമങ്ങളിലും പ്രാർത്ഥിക്കുവാൻ. പക്ഷേ നമ്മളിന്ന് ചുരുക്കി 2ആക്കി, അത് 1.5 അരയാക്കി, പലപ്പോഴും പല ഭവനങ്ങളിലും ബിസി ലൈഫ് കാരണം പ്രാർത്ഥിക്കുവാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. പ്രിയമുള്ളവരെ, സകലത്തിലും അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ ദൈവം തമ്പുരാൻ അവരെ വാരിക്കോരി അനുഗ്രഹിച്ചതായിട്ട് കാണുന്നുണ്ട്. എല്ലാ തലത്തിലും ദൈവം അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ്. അതാണ് 14-ാം അധ്യായം ഉൽപ്പത്തിയുടെ ആദ്യ ഭാഗത്ത് ദശാംശം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് അബ്രഹാമിനെ കുറിച്ച് നമ്മൾ സന്തോഷിക്കുന്നത് എന്നത് പ്രത്യേകമായിട്ട് നമ്മളിവിടെ ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന സകലത്തിലും ദൈവത്തിൻ്റെ ദശാംശം കൊടുക്കുക. ദൈവത്തിൻ്റെ സമയം നമ്മൾ കവർന്നെടുക്കരുത്, ദൈവത്തിൻ്റെ അംശം നമ്മൾ കവർന്നെടുക്കരുത്. എടുത്താൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ഈ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ നിശ്ചയിക്കുക, പണം മാത്രമല്ല, നമുക്കിതിൻ്റെ ഫലങ്ങൾ മാത്രമല്ല, അഭിമാനിക്കത്തക്കത് മുഴുവനും ദൈവത്തിനൊരു അംശം കൊടുക്കുവാൻ നാം തയ്യാറാകണം. എങ്കിൽ ആ വഴിക്ക് നിന്നെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും, യാതൊരു സംശയവുമില്ല. അത്തരത്തിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടതായി കാണുമ്പോൾ അബ്രഹാമിൻ്റെ വംശാവലിയിൽപ്പെട്ട അടുത്തൊരാളെ കൂടി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 20 മുതൽ പരിചയപ്പെടാം. 28 മുതൽ 28-ാം അധ്യായമൊക്കെ മുഴുവനും വായിക്കുമ്പോൾ എൻ്റെ ആശയം കിട്ടുമെങ്കിലും ആ വാക്യം മാത്രം പ്രത്യേകിച്ച് ഒന്ന് പറയുകയാണ്. യാക്കോബ്, ഇസ്രായേൽ എന്നറിയപ്പെട്ടവനായ യാക്കോബ്. നമ്മൾ പ്രാർത്ഥനകളിൽ, നമ്മുടെ പ്രസംഗങ്ങളിൽ, കേൾവികളിൽ ഇസ്രായേൽ ഇസ്രായേൽ എന്ന് കേൾക്കാത്തവരില്ല. ആരാണ് ഇസ്രായേൽ? യാക്കോബാണല്ലോ. യാക്കോബിൻ്റെ ജീവിതചരിത്രം പരിശോധിച്ചാൽ സ്വല്പം കൗശലവും വേലത്തരവും കുസൃതിയുമൊക്കെ ഉണ്ടെങ്കിലും യാക്കോബ് അതിൽ നിന്നൊക്കെ അനുതാപത്തോടെ ആയിട്ട് ദശാംശം കൊടുക്കുന്നവനായി, ഭക്തനായി ജീവിച്ചതിലൂടെ അദ്ദേഹത്തിന് ഇസ്രായേലായിട്ട് ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഒരു വലിയ വംശത്തിൻ്റെ പ്രതീകമായിട്ട് അദ്ദേഹത്തിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ഇസ്രായേൽ 28-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ സംഭവമൊക്കെ നമുക്കറിയാം. പാവപ്പെട്ട ജ്യേഷ്ഠ സഹോദരനെയും സ്വന്തം പിതാവിനെയും ഒക്കെ അമ്മയുടെ സൂത്രശാലിയായ അമ്മയുടെ കൗശലം കൊണ്ട് കബളിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോയ സംഭവം സൺഡേ സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ശിക്ഷ ഒരുപാട് അദ്ദേഹം അനുഭവിച്ചു. വർഷങ്ങളോളം
അവിടെ പോയി അമ്മായിപ്പൻ്റെ ഭവനത്തിലൊക്കെ അദ്ദേഹം അനുഭവിച്ച് നമുക്കറിയാം. അദ്ദേഹം അതിനുശേഷം പിന്നീട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബഥേലിലേക്ക് അല്ലെങ്കിൽ തിരിച്ചുള്ള വരവിലും മറ്റുള്ള കാര്യത്തിലുമൊക്കെ നോക്കുമ്പോൾ ബഥേലിൽ വെച്ചുള്ള സംഭവമാണ് 28-ാം അധ്യായത്തിൽ അവിടെ കൊടുക്കുന്നത്. അദ്ദേഹം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കുക. 28-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വായിക്കുവാൻ തുടങ്ങുകയാണ്. ശ്രദ്ധിക്കുക. ഈ സ്ഥലം എത്ര ഭയങ്കരം! ആ സന്ദർഭം നമുക്കറിയാമല്ലോ. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് യാക്കോബ് പറഞ്ഞു. യാക്കോബ് അതികാലത്ത് എഴുന്നേറ്റ് തലയണയായി വെച്ചിരുന്ന കല്ലെടുത്ത് തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു. ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു. ആദ്യം ആ പട്ടണത്തിൽ ലൂസ് എന്ന് പേരായിരുന്നു. യാക്കോബ് അവിടെ വെച്ചൊരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ കബളി മറ്റുള്ളവരെയൊക്കെയും കളിപ്പിച്ചിട്ട് വിദേശവാസം കഴിഞ്ഞ് വലിയ കാര്യം സന്തോഷത്തോടെ തിരിച്ചു വരുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ഭയപ്പാടോടുകൂടിയാണ് വരുന്നത്. ആ സംഭവമൊക്കെയാണല്ലോ ഇവിടെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ബഥേൽ എന്ന് പറയുന്ന ലൂസ് എന്ന സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ അവിടെ ബഥേലായി മാറ്റപ്പെട്ടു. ആ സംഭവമൊക്കെ നമുക്കറിയാം. അദ്ദേഹം പറയുകയാണ്, ഇനി ഞാൻ ഈ ജീവിതത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ദൈവത്തിന് ദശാംശം കൊടുത്തുകൊണ്ട് ജീവിക്കും. വായിക്കുമ്പോൾ ഒരു സ്വല്പം അത്ര സുഖകരമല്ലാത്തൊരു വാക്യമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ മലയാളത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ അത്രയും പ്രയാസം നമുക്ക് തോന്നുകയില്ലെന്ന് തോന്നുന്നു. എങ്കിലും ചെയ്യുമെങ്കിൽ അതൊരു കണ്ടീഷണൽ ആണോ എന്നൊരു സംശയം പോലെ അല്ലേ? വായിക്കുമ്പോൾ നമുക്കറിയാം. ഈ 21-ാം വാക്യത്തിൽ 22-ാം വാക്യം, ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ ബട്ട് വെച്ച് പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ട്രാൻസ്ലേഷനിൽ പറ്റിയ പിശകുവല്ലോ ആയിരിക്കാം. ദൈവം അദ്ദേഹത്തെ വഴി നടത്തി. അദ്ദേഹം സകലത്തിലും ദശാംശം കൊടുത്തു. ഇസ്രായേലായിട്ട് മാറുന്നു, ഉന്നതനായിട്ട് മാറുന്നു. അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമെന്ന് നമ്മൾ ഇന്ന് ഏറ്റുപറയുവാൻ തക്കവണ്ണം വലിയ വിശ്വാസികളുടെ വീരന്മാരായി തീർന്ന വിശ്വാസികളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഉന്നതനാകുവാൻ അതുവരെയും കബളിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ കബളിപ്പിച്ച് നടന്ന മനുഷ്യൻ ദശാംശം കൊടുത്തുകൊണ്ട് ഭക്തി ജീവിതത്തിലേക്ക് ദൈവികമായ പ്രവർത്തനങ്ങളിലേക്ക് മാറിയപ്പോൾ ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ഉടമയായിട്ട് മാറിയ ചരിത്രമാണ് യാക്കോബിന് ഇന്ന് നമ്മോട് പറയാനായിട്ട് ഉള്ളത്. പ്രിയമുള്ളവരെ, അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിലെ 2 ദൃഷ്ടാന്തങ്ങൾ അതിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. 14-ാം അധ്യായവും 28-ാം അധ്യായവും ദശാംശം കൊടുത്ത് അനുഗ്രഹങ്ങൾ പിൻപറ്റിയ പിതാക്കന്മാരെക്കുറിച്ച്. സമയച്ചുരുക്കം കാരണം അടുത്ത പുസ്തകത്തിലേക്ക് അറിയുകയാണ്, പുറപ്പാട് പുസ്തകത്തിലേക്ക്. ഇത് മുഴുവനും ദശാംശത്തെക്കുറിച്ചുള്ള ക്ലാസ് എന്നുള്ള നിലയിൽ മാത്രം ഇതിനെ നമ്മൾ മനസ്സിലാക്കുക. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ, അവിടെയും ദശാംശത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ഒരു വേദഭാഗം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. യഹോവ മോശയോട് കൽപ്പിച്ചത് 25-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വായിക്കുകയാണ്. എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് നീ പറയുക, അത് നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. അവരോട് വാങ്ങേണ്ടുന്ന വഴിപാടോ എന്ന് ലിസ്റ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. യഹോവ മോശയോട് കൽപ്പിക്കുകയാണ്, നിന്റെ ജനത്തിനോട് നീ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് നിങ്ങളെല്ലാവരും വഴിപാടെന്ന വാക്ക് മലയാളത്തിൽ കേൾക്കുമ്പോൾ അത്ര സുഖം തോന്നുന്നില്ലെങ്കിലും ദശാംശം എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ മതി. മലയാള വേദപുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്ത മലയാളി അല്ലെന്നുള്ളത് അറിയാം. സായിപ്പാണ്, ബെഞ്ചമിൻ ബെയ്ലി കുണ്ടട്ട് സായിപ്പ്, കായംകുളം റംബാശൻ ഒക്കെ അത് പിന്നെ കുറച്ച് എഴുതിയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ കൂടുതൽ ആ ട്രാൻസ്ലേഷൻ്റെ പിശകുകൊണ്ടായിരിക്കും അന്നത്തെ ഭാഷ. വഴിപാട് അർത്ഥം ശരിയാണ്, പക്ഷെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ വേറൊരർത്ഥത്തിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ മോശയോട് യഹോവയാം ദൈവം കൽപ്പിക്കുകയാണ്, നിന്റെ ജനത്തോട് നീ പറയണം, എല്ലാവരും ദശാംശം കൊടുക്കണം. ആ കൊടുക്കുന്നത് എങ്ങനെ ആയിരിക്കണം? നല്ല നല്ല മനസ്സോടുകൂടി കൊടുക്കണം, തുറന്ന മനസ്സോടുകൂടി കൊടുക്കണം. 25-ാം അധ്യായത്തിൻ്റെ 1 മുതൽ എന്ന് എഴുതുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു വാക്യമായിട്ടല്ല, അത് ഒത്തിരി വാക്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് നീ പറക. നല്ല മനസ്സോട് തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വഴിപാട് വാങ്ങണം, അല്ലാത്തവനോട് വാങ്ങണ്ടെന്ന ഒരു അർത്ഥം കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുമ്പോൾ, നേർച്ച ചെയ്യുമ്പോൾ, ദശാംശം കൊടുക്കുമ്പോൾ തുറന്ന മനസ്സോടുകൂടി മാത്രമേ കൊടുക്കാവൂ. ഇത് കിട്ടിയാൽ എനിക്ക് അനുഗ്രഹം കിട്ടും, ആ തരത്തിലുള്ള കണ്ടീഷനല്ല, യാക്കോബിൻ്റെ ആ വാക്യത്തിൽ കേട്ടതുപോലെ അല്ല. പിന്നെയോ നല്ല മനസ്സോടെ ഇതൊരു മാൻഡേറ്ററി ആണെന്നുള്ള നിലയിൽ തന്നെ ദൈവത്തിനുള്ള ദൈവത്തിനാണ്. ഞാനൊരാൾ ഒരു ദശാംശം കൊടുക്കുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ദൈവത്തിനുള്ളത് ഞാൻ ദൈവത്തിന്, ഇനി എനിക്കുള്ളത് ഞാൻ എന്ത് കൊടുക്കും? അങ്ങനെ വരെ ദശാംശം കൊടുക്കുന്ന ആളുകൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ദശാംശം കൊടുക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. ദശാംശത്തിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയവരെ എനിക്കറിയാം. നമുക്ക് പല ബാങ്ക് അക്കൗണ്ടുകളുണ്ട്. ദശാംശത്തിന് വേണ്ടി എനിക്ക് കിട്ടുന്ന ശമ്പളം 1,00,000 രൂപ വരുമാനം ഒരു മാസമുണ്ടെങ്കിൽ 10,000 രൂപ ആ ബാങ്കിലേക്ക് നിക്ഷേപിക്കുന്നു. അതിൽ വേറെ മിക്സ് ചെയ്യത്തില്ല. അങ്ങനെ ഒരുപാട് പേര് എനിക്കറിയാം, നേരിട്ടറിയാം. അനുഗ്രഹിക്കപ്പെട്ട സന്താനങ്ങൾ, കുടുംബങ്ങളായി മാറുന്നു. ആ ദശാംശത്തിൽ നിന്നും അത് വർഷം കൂട്ടുമ്പോൾ എത്ര രൂപയാകും? അതിൽ നിന്നും ഇഷ്ടം പോലെ പള്ളിക്കും സഭയ്ക്കും നമ്മുടെ ഭവനങ്ങളിൽ വരുന്ന മറ്റുള്ള ആളുകൾക്കും സമസഹായത്തിനുമൊക്കെ കൊടുക്കുവാൻ ഇഷ്ടം പോലെ അധികമാണ്. നമുക്കങ്ങനെ ചിന്തിക്കുവാൻ എല്ലാവർക്കും പറ്റുന്നുണ്ടോ? ഒരുപാട് പേരുണ്ട്. ശമ്പളം കിട്ടുമ്പോൾ തന്നെ അത് വീട്ടിൽ കൊണ്ടുവരാതെ അതിൽ നിന്നും ദശാംശം മാറ്റി ബാങ്കിൽ നിക്ഷേപിക്കുന്നു. നിക്ഷേപിച്ചിട്ട് ആ തുക അതിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്നു. അവരുടെയൊക്കെ അനുഗ്രഹ ജീവിതം കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. ഒരുപാട് പേര് ഇപ്പോൾ അങ്ങനെയുള്ള വ്യക്തി ജീവിതങ്ങളെ എനിക്ക് നേരിട്ടറിയാം. അവരുടെ സാക്ഷ്യം ഉദ്ദേശിക്കുന്നത് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് അതിശയം തോന്നുകയാണ്. ഒരു വ്യക്തിയുടെ ഒരു കാര്യം പറഞ്ഞതങ്ങ് പേര് പറയുന്നില്ല. 2 മക്കളാണ്, 2 പേരും സ്കൂളിൽ അധ്യാപക ജോലിയാണ്. കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ദശാംശം വീട്ടിൽ വരുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റി ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ഇഷ്ടം പോലെ എന്തിനു ചോദിച്ചാലും കൊടുക്കുവാൻ അവൻ്റേതല്ല, ദൈവത്തിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നത്. ശമ്പളത്തിൽ നിന്ന് 1 പൈസ പോലും എടുക്കുന്നില്ലെന്ന് അദ്ദേഹം എന്നോട് പറയുന്നത്. 2 പേരുടെയും ശമ്പളത്തിന് 1 പൈസ പോലും എടുക്കണ്ട. എന്താ എടുത്തേക്കുന്നത്? ദശാംശത്തിൽ നിന്നാണ്. ഇഷ്ടം പോലെ വാരി വിതറി കൊടുക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ട് 2 മക്കളും ഉന്നതമായ, അദ്ദേഹത്തിൻ്റെ പറഞ്ഞതാണ്, ഉന്നതമായ നിലയിൽ പഠിച്ചു. ഒരാൾ ഉന്നതമായ റാങ്കോടുകൂടി പാസ്സായി, അടുത്ത ആൾ MD MBBS പഠിക്കുന്നു. 1 പൈസ ഇതുവരെ ചിലവായിട്ടില്ല. ആ വഴിക്ക് അഡ്മിഷൻ്റെ കാര്യങ്ങൾക്കോ പഠന കാര്യങ്ങൾക്കോ മുഴുവനും ദൈവം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതൊരു കച്ചവടം പോലല്ല, അതിൽ ചിന്തിക്കുകയും വേണ്ട. അദ്ദേഹം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് കൊടുത്തപ്പോൾ ദൈവം അമർത്തി കുലുക്കി കിളിവാതിൽ തുറന്ന് മലാഖി പ്രവചനം പറയുന്നു. അതിന് പിന്നെ പറയാം, അങ്ങ് അളന്ന് കൊടുക്കുമ്പോൾ പിന്നെ കണക്കൊന്നുമില്ല. അതിൻ്റെ കൂടെ അദ്ദേഹം പറയുകയാണ്, ഇനി എനിക്കുള്ള വരുമാനത്തിൽ നിന്നിവിടെ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത്? 90 രൂപയിൽ നിന്ന് 100 രൂപ കിട്ടിയപ്പോൾ 10 രൂപ മാറ്റിവെച്ചു. ഇനി 90 രൂപ എൻ്റേതാണ്, അതിൽ നിന്നും കൂടി ഒരു അംശം മാറ്റിവെച്ചാലോ എന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്ന അനേകരുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ മാതൃക പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് വരുവാൻ നമുക്കിടയാകും. ഇവിടെ മോശയോട് ദൈവം തമ്പുരാൻ കൽപ്പിക്കുന്നു, സഭയോട് ദൈവം കൽപ്പിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ദൈവത്തിന് തോന്നൽ പ്രകാരം ഇന്ന് ദശാംശത്തെക്കുറിച്ച് എന്നോട് ആരും പറഞ്ഞതൊന്നുമല്ല. ദശാംശത്തെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഞാൻ പല വിഷയങ്ങളും ഇവിടെ സംസാരിച്ചിട്ടുണ്ട്. അവിടെ മോശ അതുപോലെ മോശ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവിടെ വഴിപാടായിട്ട് കൊണ്ടുവരിക, നല്ല മനസ്സോടുകൂടി കൊടുക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേൾക്കുന്ന കുടുംബ അംഗങ്ങളെ, നമ്മുടെ ഭവനത്തിൽ ഭർത്താവിന് ചിലപ്പോൾ നല്ല മനസ്സ് കാണും ദൈവത്തിന് കൊടുക്കുവാൻ, അല്ലെ പള്ളിയുടെ ഒരു കാര്യത്തിന് കൊടുക്കുവാൻ വേണ്ടി തുനിയുമ്പോൾ ചിലപ്പോൾ വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടായിരിക്കും ഭാര്യമാർ വിലക്കുന്നവരുണ്ടാകാം. തിരിച്ചും അതുപോലെ ഉണ്ടാകാം, സാധ്യതയുണ്ട് ലോകപ്രകാരം. അവിടെയൊക്കെയും ദൈവത്തിനുള്ളത് ദൈവത്തിന് വേണ്ടി മാത്രം കൊടുക്കുന്ന ഒരു ദശാംശത്തിൻ്റെ വക്താക്കളായി തീരുവാൻ ഈ 25-ാം അധ്യായത്തിൻ്റെ വേദഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. നല്ല മനസ്സോടുകൂടി ഒട്ടും ഒളിച്ചു വെച്ചാലുള്ള പരിണിത ഫലത്തെക്കുറിച്ച് ഒരു ചോദ്യം പത്രോസ് ലീഹ ചോദിക്കുന്നുണ്ട്. ആരോടാണെന്നറിയാമല്ലോ? ഇത്രയ്ക്കോ? ആരോടാണ്? എല്ലാവർക്കും അറിയാം. അനന്യാസും സഫീറയുടെയും സംഭവം നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ പരിണിത ഫലവും നമുക്കറിയാം. ദൈവം എല്ലാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവമാണല്ലോ നമുക്ക് ഇതെല്ലാം തരുന്നത്. ദൈവം അറിയാതെ എനിക്ക് ഒന്നും ലഭിക്കുന്നില്ല. ലഭിച്ചതല്ലാതെ എനിക്ക് ഒന്നുമില്ല. ആര് പറഞ്ഞതാ?
പരിശുദ്ധനായ പൗലോസിലേക്ക്. നമ്മളെല്ലാം പറഞ്ഞില്ലേ, നമ്മൾ ജനിച്ചു വന്നപ്പോൾ ഒന്നും കൊണ്ടല്ല വന്നത്, ഒന്നും കൊണ്ടല്ല വന്നത്. ആരും, രാജാവ് ആയാലും പ്രജയായാലും ആരായാലും, ഈ ലഭിച്ചത് മുഴുവനും എൻ്റെ ദൈവം എനിക്ക് ദാനമായി ഒഴുക്കി തന്നതാണ്. തന്ന കർത്താവിനെ തിരിച്ചെടുക്കുവാൻ ഒരു പ്രയാസവുമില്ല. തന്ന കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അത് മാറ്റിവെക്കുക എന്നുള്ളത് ദൈവം നമ്മോട്, ഞാൻ നിനക്ക് 100 രൂപ തന്നപ്പോൾ നീ എന്തുകൊണ്ട് 10 രൂപ മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നില്ല? ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു ഗ്ലാസ്, ഒരു പാനപാത്രം ജലമെങ്കിലും അതിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണക്കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഞാൻ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. പോകട്ടെ, പുറപ്പാട് പുസ്തകമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1 മുതലാണ് നമ്മളത് വായിച്ചു കേട്ടത്. അങ്ങനെ കൊടുത്ത സഭയ്ക്ക്, ഇസ്രായേലിന് അങ്ങ് അവസാനം പറയുന്നുണ്ട്, അവരുടെ നടുവിൽ വസിപ്പാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ മന്ദിരവും ഉണ്ടാക്കണം, തിരുനിവാസവും അതിൻ്റെ ഉപകരണങ്ങളും ഞാൻ കണ്ടിരിക്കുന്ന മാതൃകപ്രകാരമൊക്കെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് അവരെ അങ്ങ് നയിക്കുന്ന ഒരു വേദഭാഗമായിട്ടാണ് എക്സഡസ് 25-ാം അധ്യായത്തിൻ്റെ വേദഭാഗങ്ങൾ. അടുത്ത പുസ്തകത്തിലേക്ക് പോകുകയാണ്. ലേവ്യ പുസ്തകം 27-ാം അധ്യായം. ലേവ്യ പുസ്തകം, അടുത്ത പുസ്തകത്തിലേക്ക് പോകുകയാണ്. ലേവ്യ പുസ്തകം 27-ാം അധ്യായം 30 മുതലുള്ള വേദഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് വളരെ നല്ല രസകരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. നിലത്തിലെ വിത്തിലും, 30-ാം അധ്യായം 27-ാം അധ്യായം 30 മുതൽ, നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്ക് ഉള്ളതാകുന്നു എന്ന് അടിവരയിട്ടങ്ങ് പറയുകയാണ്. ഈ നിലത്തിൽ വളരുന്ന സകലതും, വൃക്ഷത്തിന് അത് മുകളിലുള്ളതും താഴെയുള്ളതും എല്ലാം ഒക്കെയും ദശാംശം യഹോവയ്ക്കുള്ളതാകുന്നു, അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് 5-1 കൂടി ചേർത്ത് കൊടുക്കണം. നോക്കണം, അപ്പം നമുക്ക് എത്രമാത്രം കടക്കാരാ നമ്മൾ. എൻ്റെ അർത്ഥം മനസ്സിലായോ? ഇത് യഹോവയുടെ വചനമാണ്, ഇതിന് യാതൊരു മാറ്റവുമില്ല, പേടിപ്പിക്കുവാൻ പറയുകയല്ല. നമ്മൾ ദശാംശത്തിൽ നിന്ന് നമ്മൾ വല്ലതും വീണ്ടെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിപകരമായിട്ട് എത്ര കൊടുക്കേണ്ടത്? 5-1 കൂടി. പലിശ വാക്ക് കൊള്ളത്തില്ല, 5-1 കൂടി കൊടുത്തേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ കർത്താവ് കണക്ക് ചോദിക്കും. വേദപുസ്തകം തെറ്റു പറയുകയില്ല, വേദപുസ്തകം സത്യമാണ്, യാതൊരു ഊതിക്കഴിച്ചതാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇവിടെ പറയുന്നുണ്ട്, അത് യഹോവയ്ക്ക് വിശുദ്ധമായതാണ്, നീ എന്തിന് അത് നിന്റെ കയ്യിൽ കൊണ്ട് നടക്കുന്നു? ദൈവത്തിൻ്റേത് ദൈവത്തിന് കൊടുത്തേ മതിയാകൂ, അല്ലെങ്കിൽ ദൈവം നിന്നിൽ നിന്ന് തിരിച്ചെടുക്കും. 5-1 കൂടി തിരിച്ചെടുക്കുമെന്ന് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നീ വീണ്ടെടുക്കാൻ പാടില്ല, ദൈവത്തിൻ്റേത് നീ എടുത്തുകൊണ്ട് പോകരുത്. മുമ്പേ ആ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റേത് നീ എടുത്തുകൊണ്ട് പോകരുത് എന്ന് പ്രത്യേകമായിട്ട് അവിടെ ഓർപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നു, നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിൻ്റെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു, അത് യഹോവയ്ക്ക് വിശുദ്ധമാണ് എന്നും കൂടി പറയുന്നു. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നു എങ്കിൽ അതിനോട് 5-1 കൂടി ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ എന്നൊക്കെ പറയുകയും അതിനുശേഷം താപ്പോട്ട് 33-ാം വാക്യം, വെച്ചു മാറുകയും അരുത്. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരു നല്ല അനുഭവം നമുക്ക് കിട്ടി, അതിൽ നിന്ന് കണ്ടപ്പോൾ, അതിൻ്റെ സൗന്ദര്യം കണ്ടപ്പോൾ ഇത് വേണ്ട മറ്റേത് കൊടുത്തേക്കാം എന്ന് നീ വെച്ചൊന്നും മാറണ്ട, കിട്ടിയത് കൊടുക്കുക. അത് വളരെ ക്ലിയറായിട്ടാണ് പറയുന്നത്, ഒരു അർത്ഥവ്യത്യാസവുമില്ല അതിന്. അതുകൊണ്ട് വെച്ചു മാറാൻ പോകരുത്. ഇപ്പം പിന്നെ വലിയ പ്രശ്നം കാണുന്നില്ല. പഴയ കാലത്തൊക്കെ കീറിയ നോട്ടൊക്കെ ഈ കാണിക്കപ്പെട്ടിലൊക്കെ വരുമായിരുന്നു. ഇപ്പം പിന്നെ അത്ര വരുന്നില്ലെന്ന് തോന്നുന്നു. പോകട്ടെ, ഞാൻ ചിലപ്പോൾ അറിയാതെ വരുന്നതായിരിക്കാം. അത് വെച്ചും ഏറ്റവും ശ്രേഷ്ഠമായതിൻ്റെ കാഴ്ചയാണ് ദൈവം സ്വീകരിച്ചത്. ഹാബേൽ, കടിഞ്ഞുവിലെന്ന് പറയുന്നുണ്ടല്ലോ, ഹാബേലിൻ്റെ കാഴ്ചയെ കർത്താവ് സ്വീകരിച്ചപ്പോൾ എലി കടിച്ചതും ആർക്കും വേണ്ടാത്തതുമായതിനെയും ഇല്ലേ, മുടന്ത് പിടിച്ച ആടിനെയും ഒക്കെ കൊണ്ടു കൊടുത്തപ്പോൾ ദൈവം അത് സ്വീകരിച്ചില്ല. ദൈവത്തിന് കൊടുക്കുന്നത് വിശുദ്ധമായിരിക്കണം, അത് ശ്രേഷ്ഠമായിരിക്കണം, നല്ലതായിരിക്കണം. കാരണം അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനുള്ളതാണ്. വൈദിക സെമിനാരിയിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ ഡോക്ടർ
മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയും. അതിൻ്റെ ഉള്ളിലെ കാര്യം ഊനമായതിനെ ദൈവത്തിന് കൊടുക്കരുതെന്നുള്ളതാണ്. അതിനെ അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഇങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വളരെ കർശനമായിട്ട് പറയുന്നുണ്ട്. ഊനമായതിനെ നീ ദൈവത്തിന് കൊടുക്കരുത്, ദൈവത്തിനുള്ളത് ദൈവത്തിന് തന്നെ കൊടുക്കണം. ഒത്തിരി മക്കളുണ്ടായിരുന്നല്ലോ അല്ലേ കീശ് അവിടെ, അവിടെ ദാവീദിൻ്റെ തെരഞ്ഞെടുപ്പിൽ അവിടെ കാണുന്നുണ്ട്. സുന്ദരന്മാരെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടും ശമൂവേലിനെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, ദൈവികമായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇനി ആരുണ്ട്? ഇതിനൊരു പാവപ്പെട്ട ചെറുക്കനാ, അവൻ ഇടയ ചെറുക്കനാ, അവനെ കാട്ടിവിട്ടേക്കുക, അവനെ കൊള്ളത്തൊന്നുമില്ല, വരുത്താൻ പറഞ്ഞു. കണ്ടപ്പോൾ തന്നെ ശമൂവേൽ തിരഞ്ഞെടുക്കുകയാണ് ദാവീദിനെ. പ്രിയമുള്ളവരെ, വളരെയധികം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ദൈവത്തിനുള്ള ദൈവത്തിന് തന്നെ ആയിരിക്കണം. ഈ മകൻ ഒത്തിരി പഠിച്ചുപോയി, വേണ്ട, പഠിക്കാത്തവരത്തിന് ഞാൻ കൊടുത്തേക്കാം, വേണ്ട, ദൈവത്തിന് കൊടുക്കേണ്ടത് ശ്രേഷ്ഠമായതിനെ ദൈവത്തിന് കൊടുക്കുക. ദൈവം അവനെ അവൻ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ആയതിനാൽ ദൈവത്തിന് കൊടുക്കുവാനുള്ളത് വെച്ചു മാറരുത് എന്ന് പ്രത്യേകമായിട്ട് വീണ്ടും വീണ്ടും അവിടെ ഭംഗിയായിട്ട് പറയുകയാണ്. ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവയാം ദൈവം സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനയാണ് ഇവ എന്ന് അതിൻ്റെ അടിവരയിട്ട് വീണ്ടും അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവയാം ദൈവം കൊടുത്ത കൽപ്പന ഇന്നും നിലനിൽക്കുന്നു. നമ്മളിവിടെ നിന്ന് സ്വയപരിശോധന ചിന്തിച്ചതിനോടുകൂടെ നമുക്ക് ധ്യാനിക്കാം. ദൈവമേ, നീ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ മിടുക്കോ കഴിവ് കൊണ്ടൊന്നുമല്ല, നിൻ്റെ കൃപയിലൂടെ കരുണയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചതാണ്. പക്ഷേ നിനക്ക് നന്ദിയായി തിരിച്ചു സമർപ്പിക്കുവാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഞങ്ങൾ തരുന്നില്ല, പാത്തുവെക്കുന്നു അല്ലേ മലയാള ഭാഷയിൽ പറഞ്ഞാൽ. പലപ്പോഴും ഞങ്ങൾ മാറ്റിവെക്കുന്നു. ഇത്രയ്ക്കോ എന്നൊരു ചോദ്യം മനസ്സാക്ഷി ചോദിക്കുമ്പോഴും, ഭാര്യ ചോദിക്കുമ്പോഴും, ഭർത്താവ് ചോദിക്കുമ്പോഴും, പള്ളിയിൽ അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുമ്പോഴും അതെ എന്ന് നമ്മൾ പറയുന്നു. ഒരു സ്വയപരിശോധനയിലൂടെ വിധേയപ്പെടുത്തി നമുക്ക് ആത്മാർത്ഥമായി ധ്യാനിച്ചു നോക്കുമ്പോൾ ദൈവത്തിന് ഇത്രയും കൊടുത്താൽ മതിയോ എന്ന് അവിടെ ചോദിക്കുകയാണ്. അടുത്ത പുസ്തകത്തിലേക്ക് കടക്കുകയാണ്, സംഖ്യാപുസ്തകത്തിലേക്ക്. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. അതിലും ഇതുപോലെ തന്നെ ഒരു കാര്യം അവിടെ ദശാംശത്തെക്കുറിച്ച് വളരെ ഭംഗിയായിട്ട് നല്ലൊരു വാക്കോട് കൂടിയാണ്. ലവണ നിയമം എന്നാണ് പറയുന്നത്. ഇതൊരു ലവണ നിയമമായിരിക്കണം. ലവണ നിയമം നല്ലൊരു അർത്ഥവത്തായിട്ടാണ് പറയുന്നത്. ഇതൊരു ലവണ നിയമമായിട്ട് നീ കൊണ്ടാടപ്പെടുക. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 12 മുതൽ അങ്ങ് വായിക്കുകയാണ്. എണ്ണയിൽ വിശേഷമായതൊക്കെയും പുതുവീഞ്ഞിലും ധാന്യത്തിലും വിശേഷമായതൊക്കെയും ഇങ്ങനെ അവർ യഹോവയ്ക്ക് അർപ്പിക്കുന്ന ആദ്യഫലമൊക്കെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അവർ തങ്ങളുടെ ദേശത്തുള്ള എല്ലാറ്റിലും യഹോവയ്ക്ക് കൊണ്ടിരുന്ന ആദ്യഫലങ്ങൾ നിനക്ക് ആയിരിക്കണം. നിന്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം. ഇതിൻ്റെ ആശയം ഒന്നൊരു പറഞ്ഞുകൊള്ളട്ടെ. ഭക്ഷിക്കാമെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നുന്നു, എന്താണെന്നത്. ലേവ്യ പുരോഹിത വർഗം ശ്രദ്ധിക്കുക. ലേവ്യ പുരോഹിത വർഗം എന്ന് പറയുന്നത് ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു, നമുക്കറിയാമല്ലോ ലേവ്യ പുരോഹിതർ 12 ഗോത്രങ്ങൾ. ലേവ്യരാണല്ലോ ദേവാലയവുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്ന ഗോത്രം. പുതിയ നിയമത്തിൽ വന്നപ്പോൾ എല്ലാവരും ആരായി? രാജകീയ പുരോഹിത വർഗത്തിലെ അംഗങ്ങളായിട്ടുണ്ട്. അന്ന് ഒരു കൂട്ടർക്ക് മാത്രമേ ഒക്കുകയുള്ളൂ, അത് ലേവ്യ പുരോഹിതർ. അവർ പള്ളി കൊണ്ട് ജീവിക്കുന്നു, പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു, പള്ളിയുടെ വരുമാനത്തിൽ നിന്നും അവർ ജീവിക്കുന്നു. പക്ഷേ എങ്ങനെ ജീവിക്കണമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന ദശാംശത്തിൽ നിന്നൊരംശം പള്ളിയുടെ അല്ലെങ്കിൽ ദേവാലയത്തിൻ്റെ സഭയുടെ അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ജീവിക്കുവാൻ വേണ്ടി, അല്ലാതെ സമ്പാദനത്തിനായിരിക്കത്തില്ല, ജീവിക്കുവാൻ വേണ്ടി ഇന്ന് അത് മാറിയിട്ടുണ്ട് കുറച്ചൊക്കെ. അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പോകട്ടെ, അവിടെ പറയുന്നുണ്ട്, എല്ലാറ്റിലും അവർ യഹോവയ്ക്ക് കൊണ്ടിരുന്ന ആദ്യ ഫലങ്ങൾ നിനക്ക് ആയിരിക്കണം. നിനക്കെന്ന് പറയാൻ അവിടെ പറയുന്നുണ്ട്. നിന്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം. ഇസ്രായേലിൽ ശബദാർപ്പിതമാക്കതൊക്കെ നിനക്ക് ശബദെന്ന് പറയുന്നത് മറ്റേ ശാപമല്ല, ശബദാർപ്പിതമാ നിനക്കിരിക്കണം. മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിലാകട്ടെ സകല ജഡത്തിലും അവർ യഹോവയ്ക്ക് കൊണ്ടുവരുന്ന കടിഞ്ഞൂലൊക്കെയും നിനക്ക് ഇരിക്കണം. പക്ഷേ ഒരു കണ്ടീഷൻ പറയുന്നത്, ശുദ്ധിയുള്ളവർ മാത്രമേ ഇത് അനുഭവിക്കാവൂ. എല്ലാവരും കയറി അനുഭവിച്ചിട്ട് പോകരുത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം, ഏലി പുരോഹിതൻ നല്ലൊരു പുരോഹിതനാണ്. ഏലി പുരോഹിതൻ പക്ഷേ മരിച്ചത് അല്ലേ, താഴെ വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. വളരെ ഒരു ദുരന്തമുണ്ടായി, മരണമുണ്ടായി. ആര് നിമിത്തം? മക്കൾ നിമിത്തം, ശുദ്ധിയില്ലാത്ത മക്കൾ നിമിത്തം. അവരെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ
ദേവാലയത്തിൽ കൊണ്ടുവരുന്ന ബലിവസ്തുക്കളൊക്കെ അവിടെ പാകം ചെയ്യുമ്പോൾ ഈ മക്കൾ അച്ഛൻ്റെ മക്കളെന്നുള്ള അഹങ്കാരത്തിൽ, അല്ലെങ്കിൽ പാപജീവിതം നയിച്ചതിലുള്ള അഹങ്കാരികളായ രണ്ട് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? മക്കൾ എന്ത് ചെയ്യുന്നു? മുപ്പല്ലി വെച്ചിട്ട് വലിയ വലിയ കുന്തമൊക്കെ വെച്ചിട്ട് ഈ ചെമ്പിനകത്ത് വേവിച്ചുകൊണ്ടിരിക്കുന്ന ഇറച്ചിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളും കുത്തിയെടുത്തോണ്ട് അങ്ങ് പോവുക അഹങ്കാരത്തിൽ. ഇതൊരു അഹങ്കാരമാണ്. നമ്മളിപ്പം പള്ളിയിലൊക്കെ പെരുന്നാളിനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വന്ന് മൊത്തം തട്ടി കളഞ്ഞിട്ട് എടുത്തുകൊണ്ട് കഴിച്ചിട്ട് പോവുക. അവർക്ക് കിട്ടിയ ശാപത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ല, സംഭവം വിവരിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നതാണ്. പാവപ്പെട്ട നിഷ്കളങ്കനായ വിശുദ്ധൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ല എലി പുരോഹിതൻ പോലും അതിൻ്റെ തിക്താനുഭവം മരിച്ചു. മക്കളും മരുമക്കളും എല്ലാം എല്ലാവരും അതിൻ്റെ തിക്താനുഭവം ശപിക്കപ്പെട്ട സമൂഹമായിട്ട് മാറുകയാണ്. എന്താ കാരണം? ശുദ്ധിയില്ലാതെ ദശാംശമെടുത്ത് അനുഭവിക്കാൻ തുടങ്ങി. അതും വളരെയധികം ശ്രദ്ധിക്കുക. അതുകൊണ്ട് ശുദ്ധിയോടുകൂടി മാത്രമേ ഇത് അനുഭവിക്കാവൂ എന്നതും കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കണം. ഈ സമയത്ത് ഒരു കാര്യം കൂടി അങ്ങ് ഓർപ്പിച്ചോട്ടെ. ദേവാലയത്തിൽ കൊണ്ടുവരുന്നത് മുഴുവനും ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ശുദ്ധിയുള്ളത്. പിന്നെ നമ്മുടേതല്ല. എത്ര പേരെഴുതി വെച്ചാലും അത് നമ്മുടേതൊന്നുമല്ല. ഇപ്പം പിന്നെ പേരെഴുതി വെപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ദൈവത്തിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെതാണ്, നമുക്ക് പിന്നെ അവകാശമില്ല. അത് നമ്മൾ അനുഭവിക്കുമ്പോൾ വളരെ ഭയഭക്തിയോടുകൂടി അനുഭവിക്കാവൂ, അല്ലാത്തവർക്ക് ശാപം കിട്ടും. ഞാൻ ഒരു പള്ളിയിൽ വികാരിയായിട്ടിരുന്നു. തുമ്പോൺ ഭദ്രാസനത്തിൽ പൊന്നമ്പി എന്ന് പറയുന്ന അട്ടച്ചാക്കൽ കോന്നിക്കടുത്തുള്ളൊരു പള്ളിയാണ്. പരിശുദ്ധനായ ഗീവർഗീസ് സഹദയുടെ നാമത്തിലുള്ള വലിയ പെരുന്നാൾ നടക്കുന്ന ഒരു കൊച്ചു പള്ളിയാണ്. പക്ഷേ വലിയ പെരുന്നാളും എപ്പോഴും ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. പ്രത്യേക സ്ഥലത്താണ് പള്ളി നിൽക്കുന്നത്, ഒരു കുഗ്രാമത്തിലാണ്. പക്ഷേ എപ്പോഴും ആളുകൾ ഇങ്ങനെ തീർത്ഥാടകരായിട്ട് വന്നുകൊണ്ടിരിക്കും. അവിടുത്തെ പെരുന്നാൾ വലിയ പെരുന്നാളാണ്. പക്ഷേ ഇടവക്കാർ കുറവായതുകൊണ്ട് നാട്ടുകാർ കൂടി ചേർന്നാണ് പെരുന്നാൾ നടത്തുന്നത്. അന്നേരം നടക്കത്തുള്ളൂ. ആയിരക്കണക്കിന് ആൾക്കാർ സംബന്ധിക്കും. പ്രത്യേകിച്ച് ഗീവർഗീസ് സഹദയുടെ പെരുന്നാളായതുകൊണ്ട് ഹിന്ദുമത വിശ്വാസികൾ ധാരാളം അതിൽ സംബന്ധിക്കുന്നുണ്ട്, നേതൃത്വം കൊടുക്കുന്നുണ്ട്. അവിടുത്തെ പെരുന്നാൾ പൊതുയോഗത്തിൽ അവിടുത്തെ കരയിലുള്ള ഹിന്ദുക്കളും കൂടി വന്ന് സംബന്ധിക്കും. അവർക്ക് കൂടി ചുമതലകൾ കൊടുക്കാറുണ്ട്. അവർക്ക് അത് വലിയൊരു അംഗീകാരം പോലാണ്. അമ്പലത്തിലെ ഭാരവാഹികൾ വരെ വന്ന് അതിൽ സഹായിക്കും. വരുന്നവർക്ക് മുഴുവനും ഈ സഹദാ പെരുന്നാളായതുകൊണ്ട് ചോറും ഇറച്ചിക്കറിയുമാണ് ഇതിന് ശേഷം സമൃദ്ധമായി കൊടുക്കുകയും ചെയ്യും. ആയിരക്കണക്കിന് ആളുകൾ വന്നത് ഭക്തിയോടെ സംബന്ധിച്ചിട്ടാണ് പോകുന്നത്. നമുക്കറിയാമല്ല, പള്ളിയുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ക്ഷീണമൊക്കെയാണ്. എല്ലാവരും കൂടി കമ്മിറ്റിക്കാരും അച്ഛനൊക്കെ കൂടി ഇരുന്നിട്ട് ക്ഷീണം വളരെ റിലാക്സ് ചെയ്തുകൊണ്ട് ഒരു അവലോകനം ചുമ്മാ നടത്താറുണ്ട്. അങ്ങനെ ഞാൻ ചെന്ന വർഷം ഒരു അവലോകനം പോലെ ഒത്തിരി സന്തോഷം, ക്ഷീണമുണ്ടെങ്കിലും സന്തോഷം കൊണ്ട് ഒരു അവലോകനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അമ്പലത്തിലെ സെക്രട്ടറി ഇതിനകത്ത് വലിയ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ്. ഈ പെരുന്നാളിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നിട്ടിരിക്കുന്ന ഒരാളാണ്. അമ്പലത്തിലെ സെക്രട്ടറിയും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛോ എനിക്കൊരു സങ്കടം പറയാനുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി ഇവരെ നമ്മുടെ ആൾക്കാർ പുച്ഛിക്ക് വല്ലതും ചെയ്തു. അതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, ഇതാണ് അച്ഛാ സംഭവം, പ്രയാസം ഇതാണ്. ഈ നേർച്ച കൊടുക്കുന്നത് പലപ്പോഴും നമ്മുടെ ആളെന്ന് അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. അത് കഴിച്ചിട്ട് കളയുക, ഒത്തിരി മിച്ചം വരുത്തി കളയുക. അവിടെയൊക്കെ ഈ പെരുന്നാൾ കഴിയുമ്പോഴത്തേക്ക് അവിടെ മുഴുവനും അങ്ങ് വലിച്ചു വാരി, നമുക്കറിയാമല്ലോ ഇവിടുത്തെ പെരുന്നാൾ കഴിയുമ്പോൾ തന്നെ ഈ റോഡൊക്കെ പ്ലാസ്റ്റിക്കും എല്ലാം കൊണ്ടിട്ടേക്ക് ചുമ, അതുപോലെ അങ്ങ് മുഴുവനും അങ്ങ് വൃത്തികേടാക്കി. അപ്പോൾ അവിടെ മുഴുവനും ഈ നേർച്ച കൊടുത്തിരിക്കുന്ന ചോറും കറിയൊക്കെ തറയിലിട്ട് ചവിട്ടുന്നു. അദ്ദേഹത്തിന് അത് കണ്ടിട്ട് ഒട്ടും അങ്ങ് സഹിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞ നേർച്ച എന്ന് പറയുന്നത് അത് വിശുദ്ധമില്ലയോ, അതെന്തിനായി ചവിട്ടുന്നത്? ഞങ്ങളുടെ അമ്പലങ്ങളിൽ നേർച്ച ഒരിക്കലും കുറച്ചേ വാങ്ങിക്കുന്നത് മുഴുവനും അനുഭവിക്കും. ഒരു ശകലം പോലും ഞങ്ങൾ കളയാൻ അനുവദിക്കത്തില്ല, ചവിട്ടാനും അനുവദിക്കത്തില്ല. അതുകൊണ്ട് അടുത്ത വർഷം അച്ഛൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കണേ. വളരെ വിഷമത്തോടാണ് പറഞ്ഞത്. ആരാണ്? അമ്പലത്തിലെ ഒരു സെക്രട്ടറി. നമ്മുടെ നേർച്ച തറയിലിട്ട് ചവിട്ടുന്നത് കാണുമ്പോൾ അല്ലേ, നമ്മുടെയൊക്കെ ഈ പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ ബേക്കറിയൊക്കെ കഴിച്ച് ഇപ്പോൾ കൊടുക്കുന്ന നെയ്യപ്പം ആവുന്നവർക്ക് അവർ എടുത്ത് കളഞ്ഞു കളയും, കടിച്ച് ചുമ്മാ എടുത്ത് കളയും. ഇത് മദ്ബഹായിൽ കയറ്റി പ്രാർത്ഥിച്ച്, പുരോഹിതൻ ആശീർവദിച്ച് പ്രാർത്ഥിച്ച്, ആ കൊട്ടയിലെ അപ്പം മറ്റേ അപ്പവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ആണ് അത് കൊടുക്കുന്നത്. അത് വലിയ പ്രാർത്ഥിച്ചതാണ് നേർച്ച, ഈ വഴിപാട് നേർച്ച എന്ന് പറയുന്നത്. ഈ നേർച്ച കളയാൻ പാടില്ല. ഇന്ന് പലപ്പോഴും നേർച്ചയോടുള്ള സമീപനം നമുക്ക് അത്ര നല്ലതാണോ എന്ന് എനിക്ക് സംശയം, വിഷമം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല എങ്കിൽ പോലും ഇവിടെ പറയുന്നുണ്ട്, ഇത് വിശുദ്ധമായിട്ട് വേണം നമ്മൾ അനുഭവിക്കുവാൻ. ദശാംശത്തിൻ്റെ ഭാഗമായാലും എന്ത് വഴിപാടുകളായാലും എന്നത് ഒന്ന് ഓർപ്പിച്ചു എന്ന്. ഇതൊരു ലവണ നിയമമാകുന്നു. ഇതൊരു ലവണ നിയമമാണ്. ഇത് നമ്മിലേക്ക് ലയിച്ചു ചേരേണ്ടുന്നതായ, നമ്മൾ അലിഞ്ഞു ചേരേണ്ടുന്ന നിയമമാണ്. അല്ലാതെ ആരും ഒരു സെക്രട്ടറി ഒന്ന് പറയേണ്ടതൊന്നുമല്ല. നേർച്ചയും
അല്ലെങ്കിൽ ഇത് അനുഭവിക്കുന്നതും വിശുദ്ധമായിരിക്കണം. ദൈവത്തിൻ്റെ വിശുദ്ധമായിട്ട് വേണം ഇത് അനുഭവിക്കുവാൻ. ആയതുകൊണ്ട് ദശാംശം കൊടുക്കുവാനും ദശാംശം അനുഭവിക്കുമ്പോഴും, നമുക്കിപ്പോൾ ദശാംശത്തിൽ നിന്നൊരു ഭാഗമൊക്കെ നമുക്ക് സഹായം കൊടുക്കുമ്പോഴും അതൊക്കെ നമ്മൾ വിശുദ്ധമായതിനു വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്നതും കൂടി ഈ വേദഭാഗം നമ്മെ ഓർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ 3 പുസ്തകങ്ങളിൽ നിന്നും നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വായിച്ചതിന് സംഖ്യാപുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള 18-ാം അധ്യായം മുഴുവനുമുണ്ട്. വാക്യം 13 മുതൽ എന്നുള്ളതാണ്. ലവണവാക്യം എന്നുള്ളത് 19-ാം വാക്യമാണ്. ഇതൊരു ലവണ നിയമം എന്നുള്ളത് പ്രത്യേകമായിട്ട് നമ്മൾ ഓർപ്പിക്കുകയാണ്. അത് ഈ സമയത്ത് അടുത്തത് ആവർത്തന പുസ്തകത്തിലേക്ക് അങ്ങ് പോകുകയാണ്. ആവർത്തന പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വേദഭാഗത്ത് ഇതിനെക്കുറിച്ച് പറയുന്നത്. 22-ാം വാക്യം ഇങ്ങനെ: ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വെക്കണം. നിന്റെ ദൈവമായ യഹോവ എല്ലായ്പ്പോഴും ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്റെ നാമം സ്ഥാപിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്റെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശം നിന്റെ ആടുമാടുകളിൽ കടിഞ്ഞൂലുകളൊക്കെയും അവൻ്റെ സന്നിധിയിൽ വെച്ച് അവിടെ കൊണ്ടുവരണം, അനുഭവിക്കണമെന്നൊക്കെയാണ് പറയുന്നത്. വളരെ ഭംഗിയായിട്ട് അവിടെ പറയുകയാണ്. അവിടെ പറയുന്നത് ഈ നമ്മൾ ആദ്യഫല പെരുന്നാൾ, ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഉള്ളൊരു പെരുന്നാളിനെ കുറിച്ചാണ് ഇവിടെ ദശാംശത്തെക്കുറിച്ച് പറയുന്നത്. ആണ്ടുതോറും അതിലെ വിളവെടുപ്പ് ആ സമയത്ത് അപ്രകാരം പറയുന്നു. ആവർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വേദഭാഗമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്. അതുകൊണ്ട് ഈ പുസ്തകത്തിൽ പറയുന്ന ആദ്യഫലം അത് അന്നത്തെ നിയമം എങ്കിൽ പോലും ഇന്നും അതിൻ്റെ സാങ്കത്യമുണ്ട് എന്നതുകൂടി പ്രത്യേകമായിട്ട് നമ്മൾ ഒന്ന് ഓർക്കേണ്ടതാണ്. അവിടെ പറയുമ്പോൾ ഒരു സംശയം കൂടി അവിടെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വാക്യം അതിന് ശേഷമുണ്ട്. നീ ദൂരത്തായിരുന്നാൽ അത് വിറ്റ് പണമാക്കി പണം കയ്യിലെടുത്ത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. കേരളത്തിന് വെളിയിലുള്ള പള്ളികളിൽ ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ എന്ന ആദ്യഫല പെരുന്നാളിനെ പറയുന്നത്. കേരളത്തിൽ ആദ്യഫല പെരുന്നാൾ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ എല്ലാവർക്കും അറിയാതെ കൃഷി കുറവാണ്. പക്ഷെ കേരളത്തിന് വെളിയിൽ ആദ്യഫല പെരുന്നാളിന് വളരെ സാങ്കത്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഹാർവെസ്റ്റ് ഫെസ്റ്റിവലിലൂടെ പള്ളിയിലേക്ക് വരുന്നത്. അവർക്ക് കിട്ടുന്ന ഏക ഫലമെന്ന് പറയുന്നത് ഈ കാശുമായിട്ട് ശമ്പളവും മറ്റു കാര്യങ്ങളുമാണ്. അതിൽ നിന്നും അവർ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ഞാനിരുന്ന പള്ളിയിലൊക്കെ ഈ ടയർ വരെ, വണ്ടിയുടെ ടയർ വരെ കൊണ്ടുവരും. സാരി, ടയർ, ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരും. ഒരു ദിവസം വലിയൊരു പെരുന്നാൾ പോലെ ഒരു ദിവസം മുഴുവനും പള്ളിയിൽ വലിയ സന്തോഷമാണ്. ഉച്ചയ്ക്ക് ഭക്ഷണവും കൊച്ചു പിള്ളേർക്ക് കളികളുമായിട്ടൊക്കെ ഇതിന് ഹാർവെസ്റ്റ് ഫെസ്റ്റിവലായിട്ട് തന്നെ അവർ വലിയൊരു ഫെസ്റ്റിവലായിട്ട് കൊണ്ടാടുന്നുണ്ട്. ഏകദേശം അതുപോലെ ഒരു ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആദ്യഫല പെരുന്നാൾ ഇനി അങ്ങനെ ആയാലൊക്കത്തുള്ളെന്ന് തോന്നുന്നു. കാരണം ആദ്യഫലങ്ങളായിട്ടൊന്നും നമുക്ക് തീരെ കുറവാണ്. കൃഷിയൊക്കെ എല്ലാം തരിശായിട്ട് കിടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതിൽ നിന്നുള്ള സാധനങ്ങൾ അങ്ങനെ അതാണ് എഴുതിയിരിക്കുന്നത് ഇവിടെ. അതിൻ്റെ കാശായിട്ടോ അതിൻ്റെ ഫലം മറ്റു കാര്യങ്ങളായിട്ടോ കൊടുക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ട്രാൻസ്ലേഷനകത്ത് ചെറിയൊരു പ്രശ്നമുള്ളത്, അത് പണമായി കയ്യിലെടുത്ത് നിൻ്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകണം. നിനക്ക് ഇഷ്ടം പോലെ ആടോ മാടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും പണം കൊടുത്ത് വാങ്ങി നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ തിന്ന് നീയും നിൻ്റെ കുടുംബവും സന്തോഷിക്കണം. അവിടെ ഈ മദ്യം എന്നൊരു വാക്കുകൂടെ കൊടുത്തിട്ടുണ്ട്. അതൊരു പണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇപ്പം മദ്യവും വാങ്ങിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് കുടിക്കാമല്ലോ അല്ലെങ്കിൽ കൊടുക്കാമല്ലോ എന്നൊരു ചിന്തയൊക്കെ ചിലപ്പോൾ തോമസ് അച്ഛൻ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ട്. ബാംഗ്ലൂരിലൊരു പള്ളിയിൽ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ, ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഫെസ്റ്റിവലുണ്ട്, അതിലൊരു മിലിറ്ററിക്കാരൻ കൊണ്ടുവന്ന് കുപ്പിയും കൊണ്ട് വെച്ചെന്ന്, ആദ്യ ഫലത്തിന് കൊണ്ടുവന്ന് വെച്ചെന്ന്. അതോടെ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ മദ്യം എന്ന വാക്ക് ഇവിടെ ആക്ച്വലി ഞാൻ പറഞ്ഞ ട്രാൻസ്ലേഷനിൽ പറ്റിയൊരു പിശകാണ്. സ്ട്രോങ് ഡ്രിങ്ക്സ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക് എനിക്ക് തോന്നുന്നത് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അന്നത്തെ കാലത്തെ രീതിയും പ്രത്യേകിച്ച് ഇവരുടെ ഇംഗ്ലീഷുകാരെഴുതിയത് കൊണ്ടൊക്കെ അങ്ങനെ വന്നതായിരിക്കാം. നമ്മളിവിടെ പറയുന്ന ചാരായമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിവറേജസ് കിട്ടുന്നതൊന്നും അല്ല കേട്ടോ. അത് പ്രത്യേകമായിട്ട് ചിന്തിച്ചോണം. ഇത് വാങ്ങിക്കുമ്പോൾ മദ്യം എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, വീഞ്ഞും കൊടുത്തിട്ടുണ്ട്, മദ്യവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന രീതിയിലോ ചിന്തയിലോ അല്ല അതിൻ്റെ സന്ദർഭം എന്നതുകൂടി പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്താൽ കൊള്ളാം. മദ്യമോ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഏതിനെയും കൊടുത്ത് വാങ്ങി നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നീയും നിൻ്റെ കുടുംബവും സന്തോഷിക്കണം.
നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനെ മറന്നു കളയരുത്, അവൻ നിന്നോടുകൂടി ഓഹരിയും അവകാശവുമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ദശാംശം കൊണ്ട് അന്നത്തെ ലേവ്യ പുരോഹിത വർഗത്തിനും കൂടി അത് അവകാശപ്പെട്ടത് കൊണ്ട് എഴുതിയിരിക്കുന്നു എന്ന് മാത്രം അതിനെ ചിന്തിച്ചാൽ മതി. ഇത് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുമ്പോൾ ചില മദ്യപന്മാർക്ക് വേണമെങ്കിൽ അവരിങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ മദ്യം എന്നൊരു വാക്ക് കിട്ടിയാൽ ഉപയോഗിക്കുവാൻ സാധാരണ വ്യഗ്രത കാട്ടാറുണ്ട്. ന്യായീകരിക്കാൻ വേണ്ടിയാണ് മദ്യം കുടിക്കുന്നവർ. അതുകൊണ്ട് ഈ മദ്യത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഒന്ന് പിശകായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ കൂടി ഈ വാക്യം പ്രത്യേകമായിട്ട് ഓർക്കണം. അങ്ങനെ മോശയുടെ എല്ലാ പുസ്തകങ്ങളിലും 5 പുസ്തകങ്ങളിലും നമ്മൾ ഇപ്രകാരം ദശാംശത്തെക്കുറിച്ചും അത് കൊടുക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചും അത് കൊടുക്കുമ്പോൾ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെ അബ്രഹാം തുടങ്ങി ഇങ്ങോട്ട് യാക്കോബ് ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇനി അടുത്ത വേദഭാഗങ്ങളിലേക്ക് പോകാം. 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 1 ശമൂവേൽ 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ അവിടെയും ഇതുപോലെ വളരെ ഭംഗിയായിട്ട് ഇതിനെക്കുറിച്ച് തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ശമൂവേലിൻ്റെ പുസ്തകത്തിലും അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. അവിടെയും വിളവുകളെക്കുറിച്ചാണ് ശമൂവേലിൻ്റെ കാലത്ത് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പറയുന്നതിനെക്കുറിച്ചുള്ള അതേ ആശയങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് മാത്രമേ ഉള്ളൂ. അവർ 8-ാം അധ്യായം 15-ാം വാക്യം, അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത് ഷണ്ണന്മാർക്കും ഭൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ നമ്മളെ യുവാക്കളെ താപ്പോട്ട് പിന്നെയും പറയുകയാണ്, നിങ്ങളുടെ ആടുകളിൽ 10-1 എടുക്കും. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ദശാംശത്തെക്കുറിച്ച് ഉറപ്പിച്ച് പറയുന്ന ഒരു വാക്യം കൂടി ശമൂവേലിൻ്റെ പുസ്തകത്തിലുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. 1 ശമൂവേൽ 8-ാം അധ്യായം 15-ാം വാക്യം മുതലുള്ളതാണ് അവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പഴയ നിയമകാലത്ത് എല്ലാ ഭാഗങ്ങളിലും എല്ലാ പുസ്തകങ്ങളിലും അതുപോലെ എല്ലാ കാലങ്ങളിലും ഇത് വളരെ കൃത്യമായിട്ട് നടത്തിയിരുന്നു എന്നുള്ളതാണ് അവിടെ ഭംഗിയായിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ കുറച്ച് വേദഭാഗത്തിൻ്റെ മുന്നോട്ടങ്ങ് പോകുകയാണ്. 2 ദിനവൃത്താന്തം 2 ക്രോണിക്കിൾ 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ വളരെ നല്ല ഒരാശയം അവിടെയും എഴുതിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടതിനെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായിട്ട് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 3-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വേദഭാഗങ്ങളിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. 31-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ അവിടെ പറയുന്നത്, ഈ കൽപ്പന പ്രസിദ്ധമായ ഉടനെ ഇസ്രായേൽ മക്കൾ ധാന്യം, വീഞ്ഞ്, എണ്ണ, തേൻ, വയലിലെ എല്ലാ വിളവും എന്നിവയുടെ ആദ്യഫലം വളരെ കൊണ്ടുവന്നു. എല്ലാറ്റിൻ്റെയും ദശാംശവും അനവധി കൊണ്ടുവന്നു. യഹൂദ നഗരങ്ങളിൽ പാർത്ത ഇസ്രായേലിയരും യഹൂദ്യരും കൂടെ കാളകളിലും ആടുകളിലും ദശാംശം തങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് നിവേദിച്ചിരിക്കുന്ന നിവേദ വസ്തുക്കളിൽ ദശാംശവും കൊണ്ടുവന്നു. അത് കൂമ്പാരമായി കൂട്ടി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. യഹോവ താഴെ വായിക്കുമ്പോൾ, കൂമ്പാരങ്ങളെ കണ്ടപ്പോൾ യഹോവയെയും അവൻ ജനമായ ഇസ്രായേലിനെയും വാഴ്ത്തി. അതിനുശേഷം താഴെ, ജനം ഈ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങിയത് മുതൽ തങ്ങൾ തിന്ന് തൃപ്തരായി വളരെ ശേഷിപ്പിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വാക്യം. ഇസ്രായേൽ മക്കൾ ഈ കൽപ്പന പുറപ്പെടുവിച്ച ഉടൻ തന്നെ എല്ലാം കൊണ്ടുവന്ന് കൂമ്പാരമായി ഒട്ടും മറച്ചു വെക്കാതെ ഒട്ടും ഒളിച്ചു വെക്കാതെ ദശാംശം മുഴുവനും കൊണ്ടുവന്ന് കൂമ്പാരമായി കൂട്ടത്തക്കതിന്മണ്ണം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ വഴിപാടുകളെ യഹോവയുടെ ആലയത്തിലേക്ക് 10-ാം വാക്യം, യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുവന്ന നാൾ മുതൽ ഞങ്ങൾ തിന്ന് തൃപ്തരായി വളരെ ശേഷിച്ചിരിക്കുന്നു. യഹോവ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു, ശേഷിച്ചതാകുന്നു ഈ വലിയ കൂമ്പാരം എന്ന് ഉത്തരവും പറഞ്ഞു. പ്രിയമുള്ളവർ, ഇതാണ് മാലാഖി പ്രവചനം പറയുന്നത് പോലെയുള്ള ഒരു വചനമാണ്. കൂമ്പാരമായി തരുവാൻ തക്കവണ്ണം ദൈവത്തിന് പ്രസാദമുണ്ടായി. നമ്മൾ കൊടുത്തപ്പോൾ, ദശാംശം കൊടുത്തവർക്ക് ഇഷ്ടം പോലെ അനുഭവിക്കത്തക്കതിന്മണ്ണം ദൈവം തമ്പുരാൻ കൊടുത്തതിൻ്റെ ഒരു സാക്ഷ്യമാണ് ഇവിടെ അവസാനം അവർ വിവരിച്ച് പറഞ്ഞത്. ഇപ്രകാരം പറയുന്നു, യഹോവ തൻ്റെ ജനത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു, ശേഷിച്ചതാകുന്നു ഈ വലിയ കൂമ്പാരം എന്നവിടെ പറയുകയാണ്. അത്രമാത്രം അനുഗ്രഹം അവർക്ക് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ അവരെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ തക്കവണ്ണം
ഇടയാകണമെന്നാണ് ഈ വേദഭാഗങ്ങളൊക്കെയും നമ്മെ ഓർപ്പിക്കുന്നത്. സമയച്ചുരുക്കം കാരണം അടുത്ത വേദഭാഗത്തിലേക്ക് പോകുകയാണ്. 50-ാം സങ്കീർത്തനം. അവിടെ വളരെ ഭംഗിയായിട്ട് ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം വിവരിക്കുന്നു. എൻ്റെ ജനമേ കേൾക്ക. 50-ാം സങ്കീർത്തനത്തിൻ്റെ 7 മുതൽ വായിക്കുകയാണ്. എൻ്റെ ജനമേ കേൾക്ക, ഞാൻ സംസാരിക്കും. ഇസ്രായേലെ, ഞാൻ നിന്നോട് സാക്ഷീകരിക്കും. ദൈവമായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. നിൻ്റെ ഹനനയാഗങ്ങളെക്കുറിച്ച് ഞാൻ ശാസിക്കുന്നില്ല. നിൻ്റെ ഹോമയാഗങ്ങൾ എപ്പോഴും മുൻപാകെ ഇരിക്കുന്നു. നിൻ്റെ വീട്ടിൽ നിന്ന് കാളകളെയോ തൊഴുത്തിൽ നിന്ന് കോലാട്ടുകൊറ്റന്മാരെ ഞാൻ എടുക്കുകയില്ല. കാട്ടിലെ സകല മൃഗവും പർവ്വതത്തിലെ 1000 ജന്തുക്കളും എനിക്കുള്ളവയാകുന്നു. മലകളിലെ പക്ഷികളൊക്കെയും ഞാൻ അറിയുന്നു. വയലിലെ ജന്തുക്കളും എനിക്കുള്ളത്. എനിക്ക് വിശന്നാൽ ഞാൻ നിന്നോട് പറയുകയില്ല. ഭൂലോകവും അതിൻ്റെ നിറവും എൻ്റേതത്രേ എന്ന് പറഞ്ഞിട്ട്, ദൈവത്തിന് ഞാൻ കാളകളുടെ മാംസം തിന്നുമോ കോലാട്ടുകൊറ്റന്മാർ രക്തം കുടിക്കുമോ? ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കാം. അത്യുന്നതിന് നിൻ്റെ നേർച്ചകളെ കഴിക്കാം. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കാം. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ആശ്വാസമാണ്. ആസാഫിൻ്റെ സങ്കീർത്തനം വളരെ അതിശ്രേഷ്ഠമായ സങ്കീർത്തനമാണ്. നിങ്ങൾ ഈ തരുന്നതൊന്നും എനിക്ക് വേണ്ട. കാളകളുടെ മാംസമൊന്നും ഞാൻ കഴിക്കത്തില്ല. എനിക്കിതൊന്നും വേണ്ട. പക്ഷേ ഇത് മുഴുവനും ദൈവത്തിന് നീ കൊടുക്കുമ്പോൾ ഇത് ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നു. അതിൻ്റെ അനുഭവം കഷ്ടകാലം വരുമ്പോൾ ഞാൻ നിന്നെ രക്ഷിക്കും എന്ന് പറയുക. നിനക്കൊരു പ്രയാസം വരുമ്പോൾ ഞാൻ നിന്നെ താങ്ങും എന്നൊരു ആശ്വാസവചനമാണ് അതിൻ്റെ അവസാനമായിട്ട് കൊടുത്തിരിക്കുന്നത്. അത്യുന്നതിന് നിന്റെ നേർച്ചകളെ കഴിക്കാം. അതുകൊണ്ട് കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും നിൻ്റെ വായിൽ എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുപ്പാനും നിനക്ക് എന്ത് കാര്യം എന്നവിടെ ചോദിക്കുകയാണ്. ഇത് കൊടുക്കാത്തവരോടാ ചോദിച്ചു, നിനക്ക് ഇവിടെ എന്ത് കാര്യം? നീ ദശാംശമൊന്നും കൊടുക്കാതെ നീ എന്നോട് വീണ്ടും വീണ്ടും വേറെ കാര്യം അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. നിന്റെ മക്കളുടെ കാര്യവും മറ്റേ കാര്യവും ഒക്കെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുക. നിനക്ക് എന്ത് കാര്യം ഇവിടെ? നീ പോ എന്നവിടെ പറയുകയാണ്. നിനക്ക് എന്ത് കാര്യം? ശാപവാക്ക. നീ ദശാംശം കൊടുത്തിട്ട് മാത്രം ഇനി വാക്യം വരുന്നുണ്ട്. യേശുക്രിസ്തു പ്രത്യേകിച്ച് പറയുന്നുണ്ട്, പരീശൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട്. ദശാംശം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല. ദശാംശം കൊടുത്തുകൊണ്ട് ഭക്തിപൂർവമായ ജീവിതം നയിച്ചാൽ നിനക്ക് ദൈവം തമ്പുരാൻ വാരിക്കോരി ചൊരിഞ്ഞു തരും. നിന്റെ കഷ്ടകാലത്ത് നിന്നെ ഞാൻ വിടുവിക്കും എന്നൊരു വലിയ ആശ്വാസവചനമാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ചട്ടങ്ങളും എല്ലായ്പ്പോഴും പാലിച്ചാൽ നിന്റെ കഷ്ടകാലം വരുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കും. ഇതൊരു വിശ്വസ്ത വാഗ്ദത്തമാണ്. പ്രസിദ്ധമായ 50-ാം സങ്കീർത്തനം നമ്മെ ഇവിടെ ഇന്ന് ഓർപ്പിച്ചത്. ഇത് മുഴുവനും എൻ്റേത് തന്നെയാണ്. നിന്റെ കയ്യിലിരിക്കുന്നതും എൻ്റേതാ, നീ തന്നതും എൻ്റേതാ എന്നുകൂടും കൂടിയാണ് ആ സങ്കീർത്തനത്തിലെ ആശയം നമ്മെ പ്രത്യേകമായിട്ട് ഇവിടെ ഓർപ്പിച്ചത്. അതുപോലെ തന്നെ ഒരാശയമുള്ള സങ്കീർത്തനം ഇഷ്ടം പോലെ ദശാംശത്തെക്കുറിച്ചും അതിൻ്റെ ആശയത്തെക്കുറിച്ചും പറയുന്നുണ്ട്. 24-ാം സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണല്ലോ. 24-ാം സങ്കീർത്തനം എന്താ പറയുന്നത്? ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു വലിയ ആശയമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിനക്ക് പുകഴുവാൻ വേണ്ടി ഒന്നുമില്ല, ലഭിച്ചതല്ലാതെ നിനക്കൊന്നുമില്ല. ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഇനി പൂർണ്ണതയായിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നില്ല എങ്കിൽ, ഇനി വരാനുള്ളതും അതെൻ്റേതാണ്. നിൻ്റേതായിട്ടൊന്നുമില്ല. നീ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നൊരാശയമാണ് ആ 24-ാം സങ്കീർത്തനത്തിൻ്റെ പ്രധാനമായിട്ടും അത് മുഴുവനും യഹോവയ്ക്കുള്ളതാണ് എന്നവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. നമ്മുടേതെന്ന് നമ്മൾ പറഞ്ഞാൽ പോലും പത്രോസ് പറയുന്നുണ്ട്, ഇത് വിറ്റപ്പോഴും വിൽക്കുന്നതിന് മുമ്പും വിറ്റപ്പോഴും ഇവിടെ തരുമ്പോഴും എല്ലാം നിൻ്റേതാണ്, പക്ഷെ നീ മറച്ചു വെച്ചതെന്താ എന്നൊരു ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് നല്ല നല്ല ആശയങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കുവാനും ഈ വേദവാക്യങ്ങളൊക്കെയും കൂടുതൽ നമുക്ക് ഹൃദയസ്ഥമാക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു പുസ്തകത്തിലൂടെ പോകാം. നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം. നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിലൂടെ നമ്മൾ ദശാംശത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി പോകുകയാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം 44-ാം വാക്യം. അവിടെ പറയുന്നുണ്ട്, അവിടെയും ആദ്യഫലത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അന്ന് ശുശ്രൂഷിച്ചിരുന്ന പുരോഹിതന്മാരെയും ലേവ്യരെയും കുറിച്ച് യഹൂദജനം സന്തോഷിച്ചതുകൊണ്ട് അവർ പുരോഹിതന്മാർക്കും ലേവ്യർക്കും ന്യായപ്രമാണത്താൽ നിയമിക്കപ്പെട്ട ഓഹരികളെ പട്ടണങ്ങളോട് ചേർന്ന നിലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഭണ്ഡാരത്തിനും
ചാർപ്പണങ്ങൾക്കും ഉള്ള അറകളിൽ സൂക്ഷിക്കേണ്ടതിന് ചില പുരുഷന്മാരെ മേൽവിചകന്മാരെ, അത് ദശാംശത്തിൻ്റെ സ്വീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ദശാംശത്തെക്കുറിച്ച് പറയുന്ന ഒരു നല്ല വേദഭാഗം മുഴുവനും പോയി ശേഖരിച്ചുകൊണ്ട് വരുവാൻ തക്കവണ്ണം ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. പഴയ കാലങ്ങളിലും ഇപ്പോഴും അങ്ങനെ നമ്മൾ ആദ്യ ഫലം തുടങ്ങുമ്പോൾ വണ്ടിയിലൊക്കെ പോയി ഇപ്പോൾ ശേഖരിച്ച് കൊണ്ടുവരാറുണ്ട്. അതിനെക്കുറിച്ചാണ്. അതും ദശാംശത്തെക്കുറിച്ച് സാധൂകരിക്കുന്ന ഒരു നല്ല വേദഭാഗമായിട്ടാണ് നെഹമ്യാവിൻ്റെ പുസ്തകം 12-ാം അധ്യായം 44-ാം വാക്യം സൂചിപ്പിക്കുന്നത്. ഒത്തിരി നമ്മളെ അനുഭവമുള്ള ഒരു വേദവാക്യം കൂടി നമ്മൾ കേൾക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം നമുക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇയ്യോബിനെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിത്വമാണ് ഇയ്യോബിൻ്റെ പ്രസിദ്ധമായൊരു വാക്യം നമുക്കെല്ലാം അറിയാം. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. അതൊക്കെ ആശയത്തിൽ നിന്ന് വരുന്നതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം പ്രത്യേകമായിട്ട് 41-ാം അധ്യായം 11-ാം വാക്യം നല്ല നമ്മളെ ഒരുപാട് ഇരുത്തി ചിന്തിപ്പിക്കുവാൻ മതിയായിട്ടുള്ള ഇയ്യോബിൻ്റെ ഒരു ഉപദേശമാണ് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. 41-ാം അധ്യായം 11-ാം വാക്യത്തിലൂടെ ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്കിത് മുൻപ് കൂട്ടി തന്നതായത് ആകാശം കീഴുള്ളതൊക്കെയും എൻ്റേതല്ലയോ, അതിൻ്റെ അവയവങ്ങളെയും താപ്പട്ടിനും പിന്നെ വേറെ ആശയങ്ങളിൽ വരുന്നുണ്ട്. ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുൻപ് കൂട്ടി തന്നതാര്. ശ്രദ്ധിക്കുക, ഇയ്യോബിൻ്റെ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇയ്യോബിൽ നിന്ന് ഒരുപാട് തിരിച്ചെടുത്തിട്ടുണ്ട്. ദൈവം തമ്പുരാൻ തിരിച്ചെടുത്തു, അതിൻ്റെ ഇരട്ടി 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 മടക്കി കൊടുക്കുകയും ചെയ്തു. അവിടെയൊക്കെ ഇയ്യോബ് പതറാതെ ആ സമയത്തും അദ്ദേഹം ഈ വാക്യത്തിൽ ആശ്വസിക്കുകയാണ്. ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്കിത് മുൻപ് കൂട്ടി തന്നതാര്. ഇതൊക്കെ ഞാൻ മടക്കി കൊടുക്കും, ഇതൊക്കെ നേരത്തെ എനിക്ക് തന്നതല്ലേ. തന്നത് ആരാണ്? എൻ്റെ യഹോവയാം ദൈവമാണ് തന്നതെന്ന് അദ്ദേഹം സാക്ഷീകരിക്കുന്നു. അത് തന്നെ ഇതേ ആശയം തന്നെയാണ് പൗലോസ് ശ്ലീഹായും പറഞ്ഞത്, ലഭിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല. അത് അദ്ദേഹം തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. തൻ്റെ വിശുദ്ധ ജീവിതത്തിലൂടെ, ഉപദേശത്തിലൂടെ, സുവിശേഷത്തിലൂടെ അദ്ദേഹത്തിന് കൊടുത്ത കഴിവുകൾ അദ്ദേഹം ദൈവത്തമ്പുരാൻ്റെ ദശാംശമായിട്ടും അതിലുപരിയായിട്ടും തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇയ്യോബിന് ദശാംശമല്ല ദൈവം തിരിച്ചെടുത്തത്, ഇയ്യോബിനുള്ളതാണ് എടുത്തത്. പക്ഷേ അന്നേരം ഇയ്യോബ് പറഞ്ഞ എന്തുവാ, ഇതൊക്കെ കൊടുക്കുവാൻ എനിക്ക് മുൻപ് കൂട്ടി തന്നത് ആര്? എൻ്റെ ദൈവമാണ് എന്ന് അദ്ദേഹം അവിടെ വളരെ സന്തോഷത്തോടു കൂടി ആ കൊടുത്തതിനെക്കുറിച്ച് അവിടെ അദ്ദേഹം സന്തോഷിക്കുകയാണ്. ജ്ഞാനിയായ ശലോമോൻ്റെ വേദഭാഗത്തിലൂടെ നമുക്ക് ഒന്ന് കടക്കുന്നത് നല്ലതായിരിക്കും. സദൃശ്യവാക്യം 3-ാം അധ്യായം 9-ാം 10-ാം വാക്യം. കൂടുതലും വേദവാക്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദശാംശത്തെക്കുറിച്ച് വേണമെങ്കിൽ വേറെ ആശയങ്ങളൊക്കെ നമുക്ക് പറയാമെങ്കിൽ വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കൂടുതലും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതുകൂടി പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കേണ്ടത്. 3-ാം അധ്യായം 9-ഉം 10-ഉം വാക്യങ്ങൾ അവിടെയും ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ജ്ഞാനിയായ ശലോമോൻ ദശാംശം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നതുകൊണ്ട് അദ്ദേഹം യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കാം, അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധമായി നിറയും. അടിവരയിട്ട് ഓർക്കണം, നിന്റെ കളപ്പുരകൾ സമൃദ്ധമായി നിറയണമെന്നുണ്ടെങ്കിൽ യഹോവയ്ക്ക് നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും നീ ബഹുമാനിക്കണം. ഇതൊരു ബഹുമാനമാണ്, ദൈവത്തിന് കൊടുക്കുന്നൊരു ബഹുമാനമായിട്ട് നമ്മൾ കാണണം. നമുക്കിപ്പോൾ വാഴക്കൊലയും പിടിച്ചുകൊണ്ട് പള്ളിയിൽ പോകുവാൻ പ്രയാസമാണ്, ആൾക്കാർ കളിയാക്കുമല്ലോ. പ്രിയമുള്ളവരെ, ഇന്നും അങ്ങനെ കൊണ്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട്. നമുക്ക് തന്നെ അറിയാമല്ലോ, പള്ളി പിരിഞ്ഞു കഴിഞ്ഞ് ആ പള്ളിയുടെ മൂലയ്ക്ക് ഒരു ഉച്ചത്തിൽ ലേലം വിളിയും സന്തോഷത്തോടെ അവിടെ നിന്ന് ലേലം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അതെന്തോ ഒരു സന്തോഷം നമുക്ക് തോന്നിപ്പിക്കും. എന്നെ സംബന്ധിച്ച് എല്ലാവർക്കും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ലേലം വിളി ഇല്ലാതെ പോയാലൊരു സുഖമില്ല. പള്ളി കഴിഞ്ഞൊരു ഉച്ചത്തിൽ ഒരു ലേലം വിളിയൊക്കെ കേൾക്കുന്നത് എന്തോ ഒരു സന്തോഷമാണ്. അത് മുഴുവനും പള്ളിക്കാണ്. പള്ളിക്ക് കൊടുത്തെന്ന് പറഞ്ഞ് പള്ളി ഇപ്പോൾ ധനം കൂട്ടിക്കൊണ്ടിരിക്കുന്ന പള്ളികളുമുണ്ട്. ബാങ്കിൽ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ടിരിക്കുക, ഒരു വക ചെയ്യത്തില്ല. പള്ളിയും ദശാംശം കൊടുത്തേ പറ്റൂ കേട്ടോ. ഞാനിരിക്കുന്ന പള്ളിയിലൊക്കെ ഒത്തിരി പറയാറുണ്ട്. ഇപ്പോൾ പിന്നെ ദൈവത്തിൻ്റെ കൃപയാൽ ചാരിറ്റി വർക്കിന് വേണ്ടി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പല പള്ളികളിലും കുരിശിൻ തൊട്ടികളിൽ നിന്നും ചില വഞ്ചികളിൽ നിന്നും കിട്ടുന്ന പൈസ മുഴുവനും ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതെന്തായാലും ഒരു നല്ല മാതൃകയാണ്. പക്ഷെ അതിനിപ്പുറത്ത് ഒത്തിരി ആർഭാടം അതിൻ്റെ 10 ഇരട്ടി നടത്തുകയും ചെയ്യും, അത് വേറെ കാര്യം. ഈ പൊന്നമ്പി എന്ന് പറയുന്ന പള്ളിയിൽ നിന്നും ഞാനവിടെ വികാരിയായി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ 10-200 ചാക്ക് അരി മിച്ചം വരും. ഒത്തിരി ആളുകൾ ഭക്ഷണം കഴിക്കുക, ആയിരക്കണക്കിന് ആൾക്കാർ ഭക്ഷണം കഴിച്ചിട്ട് വലിയ പൊട്ടിക്കാത്ത ചാക്ക് 10-250 ചാക്ക് അരി മിച്ചം വരാറുണ്ട്. അത് മുഴുവനും അവിടുത്തെ ട്രസ്റ്റിക്ക് സന്തോഷമായി, ഇത്രയും ചാക്ക് വിൽക്കാമല്ലോ അരി. കടയിൽ കൊണ്ട് കൊടുത്താൽ പുതിയ അരിയാണ് വിൽക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞ കാര്യം ചെയ്യ്,
ഇത്രയും കിട്ടിയില്ലയോ, നമ്മൾ പറഞ്ഞു വന്നല്ലോ, ദൈവം കൊണ്ട് തന്നതുപോലെ തന്നതല്ലേ, അല്ലെങ്കിൽ എന്തും കുറച്ച് ചാക്ക് പാവം കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അതിലെ ദശാംശത്തിൽ കൂടുതൽ കൊടുക്കുക, ആ വർഷം കൊടുക്കും. ഒത്തിരി അനാഥ സ്ഥാപനങ്ങൾക്കും ആ ദേശത്തിലെ പാവങ്ങൾക്കൊക്കെ കൊടുത്തു വെച്ചു. അതിൻ്റെ പിറ്റേ വർഷം അതിൻ്റെ ഇരട്ടി അരിയ വെക്കാൻ സ്ഥലമില്ല ഇപ്പോൾ. അതുപോലെ ഈ വർഷം ഇച്ചിരി മഴയായതുകൊണ്ട് പന്തൽ കെട്ടി വെക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവർ, ഈ നമ്മൾക്ക് കളപ്പുരകൾ അങ്ങ് നിറയുമെന്നാണ് പറയുന്നത്. അവർ പറയുന്നത് എന്തോ ഇപ്രാവശ്യം അത് അനൗൺസ് ചെയ്തത് അവർ, ഞാൻ ഈ പെരുന്നാളിൽ നിന്നപ്പോൾ. അതിനുശേഷം ഇഷ്ടം പോലെ അങ്ങ് കിട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ക്ലീമിസ് തിരുമേനി ഒരു അനുഭവം പറഞ്ഞത്, ഞങ്ങൾ കൊണ്ടുവന്ന് വെച്ചൂച്ചിറ എന്ന് പറയുന്ന ഒരു മേഴ്സി ഹോം, ഒത്തിരി പാവപ്പെട്ട താമസിപ്പിക്കുന്ന സ്ഥലമുണ്ട്, വൃദ്ധജനങ്ങളാണ് കൂടുതലും. 2 ചാക്കരി അവിടെ കൊടുത്തായിരുന്നു, ഒത്തിരി ദൂരെയുള്ള സ്ഥലത്ത് കൊണ്ട് കൊടുക്കുമായിരുന്നു. അത് കൊടുത്തതിന് ശേഷം ഇതുവരെ അവിടുത്തെ അരി കുറഞ്ഞിട്ടില്ലെന്ന് അച്ഛൻ തിരുമേനി പറഞ്ഞത്. കൂടിക്കൊണ്ടിരിക്കുക, അവിടെയും കൂടിക്കൊണ്ടിരിക്കുക അരി. ഞാൻ പറഞ്ഞത് ഇതൊരു വലിയൊരു അനുഗ്രഹമായത്. നമ്മൾ കൊടുക്കുന്നവർക്കും അനുഗ്രഹമാണ്, കൊടുത്തവർക്കും അനുഗ്രഹമാണ്. ഈ പള്ളി ഒരു വലിയ സാക്ഷി, ഞാൻ ആ പള്ളി വലിയ സാക്ഷ്യം പറയും എപ്പോഴും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഈ പള്ളികളിലൊക്കെ ട്രസ്റ്റിമാരും സെക്രട്ടറിമാരും കമ്മിറ്റിക്കാരും ഒക്കെ ചിന്തിക്കേണ്ടുന്നത്, ഒരു വർഷം ഇറങ്ങിപ്പോകുമ്പോൾ എത്ര രൂപ മിച്ചം പിടിച്ച് ബാങ്കിലിട്ടെന്നല്ല നോക്കേണ്ടത്, എത്ര നല്ല പ്രവർത്തനം ചെയ്തു. പള്ളികൾ കിട്ടുന്ന വരുമാനങ്ങളിൽ നിന്ന് ഒരു നല്ലൊരു അംശം പാവം കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കാതോലിക്കാ ദിനമൊക്കെ ഈ വർഷം 10 കോടിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 5 കോടിയായിരുന്നു, 5 കോടി കവിഞ്ഞിപ്പം. നേരത്തെ അത് 1 ലക്ഷത്തിന് താഴെയാണ് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് 5 കോടിയിലേക്കായത്. ജനം ഇത്രയും കൊടുക്കുവാൻ പറ്റിയെന്താന്ന് ചോദിച്ചാൽ അതിൻ്റെ കണക്ക് ഇപ്പോൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിൽ മുഴുവനും ഒരു നല്ലൊരു അംശം ചാരിറ്റി വർക്കിനാണ്. അപഹിസ്ത ഭദ്രാസനങ്ങളിലെ പ്രയാസം അനുഭവിക്കുന്ന പള്ളികൾക്കും പ്രയാസം അനുഭവിക്കുന്നവർക്കും നമ്മുടെ മെമ്പേഴ്സിനും നമ്മുടെ പള്ളികൾക്ക് ധാരാളം പേർക്ക് ഇപ്പോൾ അതിൻ്റെ അനുഭവം കിട്ടിക്കൊണ്ടിരിക്കുക, ഇങ്ങോട്ട് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുക. കൊടുത്താൽ അപേക്ഷ കൊടുത്താൽ പൈസ കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന്. നമ്മൾ വിചാരിക്കും കേസിന് കൊടുക്കുക, നല്ല കേസിനൊന്നും കൊടുക്കത്തില്ല, മൊത്തം ചാരിറ്റി. അതുകൊണ്ട് ഈ വർഷം 10 കോടി വെച്ചത് 10 കോടി കിട്ടുമെന്നാണ് പറയുന്നത്. ഒസ്താത്യോസ് തിരുമേനിയുടെ മിഷൻ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടിരുന്നു. അത് മുഴുവനും ട്രാൻസ്പെറൻസി ആയിട്ട് നല്ല 10 രൂപ കൊടുത്തവന് അതിന് കണക്ക് കിട്ടി, എവിടെ എന്ത് ചിലവാക്കിയെന്ന് അറിയാൻ പറ്റുമായി. അതുകൊണ്ട് തിരുമേനിക്ക് തിരുമേനിയുടെ പ്രവർത്തനങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോഴും അതുതന്നെ നമുക്കറിയാമല്ലോ, ചാരിറ്റി മിഷണറീസ് ഓഫ് ചാരിറ്റീസ്, മദർ തെരേസയുടെ എത്ര കോടിയാണ് വരുന്നത്. അത് മുഴുവനും പാവമൊക്കെ അന്ന് ആ ആഴ്ച തന്നെ വിതരണം ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഭദ്രാസനങ്ങളിൽ ദശാംശ പദ്ധതി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൊടുക്കും തോറും ദൈവം തമ്പുരാൻ നമുക്ക് വാരിക്കൂരി, അതിന് അളവില്ല. അതാ ശലോമോൻ ഇവിടെ പറഞ്ഞത്, സദൃശവാക്യത്തിലൂടെ അദ്ദേഹത്തിൻ്റെ അനുഭവം വെച്ച് പറഞ്ഞതാണ്. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക, അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധമായി നിറയും, നിന്റെ ചക്കുകളിൽ നിന്ന് വീഞ്ഞ് കവിഞ്ഞൊഴുകും എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ വിഷയത്തിലെ മകനെ യഹോവയുടെ ശിക്ഷ അതിന് ഇത് 2 വാക്യം വളരെ ക്ലിയറായിട്ടവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ ചക്കുകളിൽ, ഇന്നത്തെ ഭാഷയാണത്, അത് കവിഞ്ഞൊഴുകുന്ന ഒരനുഭവത്തിലേക്ക് വരുവാൻ, ഇടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, കവിഞ്ഞൊഴുകാൻ വേണ്ടി കൊടുക്കണ്ടാവട്ടോ, അത് അങ്ങനെ കൊടുക്കണം, ദൈവം തന്നോളും. അങ്ങനെ കൊടുത്താൽ 1 കൊടുത്താൽ 10 കിട്ടും, അതല്ല, അത് വേറെ ഇരട്ടിപ്പാണ്, അത് ബിസിനസ്സാണ്. ആ രീതി കൊടുക്കണ്ട. ദൈവത്തിന് നല്ല മനസ്സോടുകൂടി വിശുദ്ധമായിട്ട് കൊടുക്കുവാൻ ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മെ ഈ വേദഭാഗം നമ്മെ ഓർപ്പിച്ചത് എന്നതും കൂടി പ്രത്യേകമായിട്ട് ഇവിടെ ഓർപ്പിക്കുകയാണ്. ആമോസ് പ്രവാചകൻ്റെ വേദഭാഗത്തിലൂടെ നമുക്കൊന്ന് കടക്കാം. അവിടെ 4-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് ഒരു വേദഭാഗം കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സമയം പെട്ടെന്ന് ഓടിപ്പോകുന്നത് കൊണ്ട് കൂടുതൽ വേദവാക്യങ്ങളിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നൊരു ദുഃഖം കൂടി ഉണ്ട്. ആമോസ് പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4 മുതലുള്ള വേദഭാഗം. അവിടെ പറയുന്നുണ്ട്, രാവിലെ തോറും നിങ്ങളുടെ ഹനനയാഗങ്ങളെയും 3-ാം നാൾ തോറും നിന്റെ ദശാംശങ്ങളെയും കൊണ്ട് ചെല്ലുവീൻ, പുളിച്ച മാവ് കൊണ്ടുള്ള സ്തോത്രയാഗം അർപ്പിപ്പീൻ. ഒത്തിരി കാര്യം പറയുന്നുണ്ട് അവിടെ, വിവരിച്ചങ്ങ് പറയാം. എല്ലാറ്റിലും ദൈവത്തിൻ്റെ ദശാംശം, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ, നിൻ്റെ ധനത്തിലും നിൻ്റെ മാനത്തിലും നിൻ്റെ അഭിമാനങ്ങളിലും നിൻ്റെ യാഗങ്ങളിലും എല്ലാറ്റിനും നീ ദശാംശം കൊടുത്തുകൊണ്ട് മുന്നേറുവാൻ അവിടെ ആമോസ് പ്രവാചകൻ നമ്മെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. അവിടെ അത് സ്ഥിരമായിട്ട് ചെയ്യുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. സ്ഥിരമായിട്ട്, ഒരിക്കൽ കൊടുത്തിട്ട് നിർത്തരുത്, പിന്നെയോ അത് സ്ഥിരമായിട്ട് നീ ചെയ്തു കൊള്ളണമെന്നും താഴോട്ട് വായിക്കുമ്പോൾ അവിടെ പ്രത്യേകമായ ദശാംശങ്ങളെയും കൊണ്ട് ചെല്ലുവി എന്ന് പറഞ്ഞിട്ട് താപ്പോട്ട് വരുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഒരിക്കൽ കൊടുത്തിട്ട് നിർത്തരുത്, അത് നീ ഒരു സ്വഭാവമാക്കിക്കൊണ്ട് സ്ഥിരമാക്കി നീ ചെയ്യുവാനായിട്ടും പ്രത്യേകമായിട്ട് വേദഭാഗം
ഓർപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ ഇനിയും ധാരാളം വാക്യങ്ങളുണ്ട്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വാക്യത്തിലേക്ക് നമുക്കെല്ലാം അറിയാമാവുന്ന മാലാഖി പ്രവചനത്തിലേക്ക് കൂടി വന്ന് പഴയ നിയമം അവിടെ അവസാനിപ്പിക്കുകയാണ്. മാലാഖി പ്രവചനം. മാലാഖി പ്രവചനത്തിൽ 3-ാം അധ്യായത്തിലാണല്ലോ അതിനെക്കുറിച്ച് പറയുന്നത്. നമ്മൾ സാധാരണ വായിച്ച് കേൾക്കുന്നതാണ്. അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? അതായത് ഇതിൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്കൊന്നും മറച്ചു വെക്കാനൊക്കത്തില്ല. നിൻ്റെ ഹൃദയത്തെയും അന്തരേന്ദ്രിയങ്ങളെയും കർത്താവ് ശോധന ചെയ്യുന്നു. പത്രോസിന് പോലും അത് മനസ്സിലായി. സഫീറ പാത്ത് വെച്ചപ്പോൾ അതാണ് പറയുന്നത്. എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ എന്നിൽ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിലും വഴിപാടിലും തന്നെ. എന്നെ തോൽപ്പിക്കുന്നതോട് നിങ്ങൾ ശാപഗ്രസ്തരാകും. നിങ്ങൾ വീട്ടിൽ പോയി എന്ന് വരച്ചിടണം. ആ വാക്യം ഓർത്തിരിക്കണം. 3-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യമാണ്. ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. മനസ്സിരുത്തി വായിച്ച് കേൾക്കണം. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കുവാൻ കഴിയുമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ ദശാംശത്തിലും വഴിപാടിലും തന്നെ. നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. അപ്പം ശാപത്തിനൊരു മുഖാന്തരം കൂടിയാണ് ദശാംശത്തിലുള്ള പിന്മാറ്റം എന്നതുകൂടി ഓർക്കണം. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനായി ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണെന്ത്? ആകാശത്തിൻ്റെ കിളുവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആ വാക്യം എല്ലാവരും ഒന്ന് ഓർത്തിട്ടുള്ളുക. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളുവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ. കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ വീട്ടിൽ ഒരു നല്ല ഉന്നതരായ 2 ഉദ്യോഗസ്ഥർ വന്നു. അവർക്ക് സന്തോഷം പങ്കിടാൻ വന്നതാണ്. വളരെ സമൂഹത്തിൽ നമ്മുടെ സഭയിൽ അറിയപ്പെട്ട 2 ഉന്നതമായ ജോലിയുള്ള 2 പേരാണ്. ഒരാളൊരു കോളേജിൻ്റെ പ്രിൻസിപ്പലുമാണ്, ഒരാൾ ഭാര്യ ഡോക്ടറുമാണ്. അവരുടെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന, അവരുടെ ഭവനത്തിന് കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവർ വിവരിച്ച് പറഞ്ഞിട്ട് അവർക്ക് വിതുമ്പുകയാണ്. ഒരുപാട് സഭയ്ക്ക് വേണ്ടിയും സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും അവർ കിട്ടുന്ന സമയം മൊത്തം ചിലവാക്കുന്നവരാണ്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അച്ഛാ, എനിക്ക് പേടി വരികയാണ്. ഇത് ഇത്രയും ചെയ്താൽ മതിയോ? ഒന്നും ആകുന്നില്ലല്ലോ. ഞങ്ങൾക്കങ്ങ് പേടി. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങൾ ഇത്രയും ചെയ്താൽ മതിയോ എന്നങ്ങ് പേടി വരുമോ? അതുകൊണ്ട് ഞങ്ങൾക്കങ്ങ് പേടിച്ചാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇത്രയും ചെയ്താൽ മതിയോ? ദൈവത്തിന് വേണ്ടി അവർ പ്രസംഗിക്കാൻ പോവും, എല്ലാ പ്രവർത്തനങ്ങൾക്ക് പോവും, അവരുടെ ഫീൽഡുകളിൽ ചെയ്യാവുന്ന പ്രവർത്തനങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. എങ്കിലും ഉള്ളിലൊരു പേടി അവരെ ഭരിക്കും. ദൈവം നമുക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ അങ്ങ് ചൊരിഞ്ഞു തരുവാച്ചാ, ഇത്രയും ചെയ്താൽ മതിയോ? ഞങ്ങളങ്ങ് പേടിക്കുകയാണ്. അപ്പം അവരുടെ സമയവും പണവും ഒക്കെ ദൈവത്തിന് വേണ്ടി ധാരാളം ചെലവഴിക്കുന്നവർ പോലും അവർക്ക് അനുഗ്രഹങ്ങൾക്ക് ദൈവം തമ്പുരാൻ ചൊരിഞ്ഞാൻ കൊടുക്കുകയാണ്. കൊടുക്കുന്തോറും അവർ പറയുക, എനിക്കിനി ചെയ്യാനുണ്ട്, ഒത്തിരി വേല ചെയ്യുവാനുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ അവരെ പറഞ്ഞത് കേട്ട് സന്തോഷിക്കുവാൻ എനിക്കും ഇടയായത് ഈ സമയത്ത് ഞാൻ ഷെയർ ചെയ്യും. കിളുവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ച് കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായ ഒരു ദേശമായിരിക്കിയാൽ സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒന്നും നശിച്ചു പോകുകയില്ല. പയറിട്ടാൽ പോലും ഇപ്പം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല, അല്ലേ? പയർ പറിക്കാൻ ചില മുന്നേ കയറുകയാണ്. പ്രിയമുള്ളവരെ, പഴയ കാലത്തെ അപ്പച്ചന്മാർ അവർ അവിടെ നിലത്തയുടെ മുഴുവൻ പൊന്നാക്കുമായിരുന്നു, അല്ലേ? വിളവ് പൊന്നാക്കുമായി. ഇന്നത് നമുക്ക് പറ്റുന്നില്ല. നമ്മുടെ ഇത്രമാത്രം സമ്പാദിച്ചിട്ടും 10ഉം 12ഉം 13ഉം പെൺമക്കളൊക്കെ, അല്ലെങ്കിൽ അത്രയും കൂടുതൽ പെൺമക്കളുള്ള വീട്ടിൽ ഒരു വരുമാനമില്ലാത്ത അപ്പച്ചന്മാർ എത്രയോ നല്ല നിലയിൽ അവരെയൊക്കെ കല്യാണം കഴിച്ചു വിട്ട് അവരൊക്കെ എത്രയോ സന്തോഷമായിട്ട് ഇന്ന് കഴിയുന്നു. നമുക്ക് ഒരു കുഞ്ഞ് വളർത്താൻ എന്തൊരു പാടാ. ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിട്ടും എന്തൊരു പ്രയാസം. സ്കൂളും അഡ്മിഷനും കോളേജും പഠിത്തവും ഒക്കെ നോക്കുമ്പോഴത്തേക്ക് പഴയ കാലത്തേക്ക് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഒന്നുമില്ലാതിരുന്ന കാലത്ത് ദശാംശം അവരെ കൊടുത്തിരുന്നു. പാവപ്പെട്ട അമ്മച്ചിമാർ, അല്ലേ? അരിയൊക്കെ ഒരു പ്രയാസമുണ്ടായിരുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നല്ലോ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്. കുറച്ചരി കാണും, ആ അരി വെച്ച് കഞ്ഞി വയ്ക്കും. അമ്മച്ചിക്ക് ചിലപ്പോൾ കുടിക്കാനൊന്നും കാണുകയില്ല, കഞ്ഞിവെള്ളം മാത്രമേ ഒരു പരാതിയുമില്ലാതെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന കാലം. പക്ഷേ
കുറച്ചരിയെ അടുപ്പത്തിടുകയുള്ളൂവെങ്കിലും ഒരു പാള കോട്ടി അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ചരി എടുത്ത് അതിലിടും, പിടിയരി. അതിൽ നിന്ന് വളർന്നു വന്നതാണ് നമ്മുടെ ശ്രീ സമാജം കേട്ടോ. ഇപ്പോഴും ആഗോളം എന്നൊക്കെ പറഞ്ഞു വേണ്ടി വരുന്നത് അല്ല, ഇപ്പം ഇതിൽ ഇൻ്റർനാഷണൽ നിന്നും ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ശ്രീ സമാജത്തിന് പേരിട്ടേക്കുന്നത്, ഗ്ലോബൽ മീറ്റ് എന്നൊക്കെ പറഞ്ഞത്. ആ കാലമൊക്കെ നമ്മൾ മറന്നുപോയെന്ന് സംശയമുണ്ട്. ഇന്ന് പിടിയരി എല്ലാം പോയി. എന്നിട്ട് അമ്മച്ചി എന്ത് ചെയ്യും? അടുപ്പിലിടുന്നതിന് മുമ്പ് ഒരു കുരിശും വരച്ചിട്ടാണ് ഇടുന്നത്. 10, 12, 15 പേര് കഴിച്ചാലും തൃപ്തിയാണ്, ഒരു കുഴപ്പമില്ല, ഒരു വഴക്കുമില്ല, ബഹളവുമില്ല, കഞ്ഞിവെള്ളം മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ അവിടെ സന്തോഷവും സമൃദ്ധിയും ഉണ്ടായി. ഇന്ന് നമ്മൾ ഒത്തിരി അനുഗ്രഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ അതിൻ്റെ ഫലമായിട്ട് വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്തതാ അല്ലേ, കളപ്പുര നിറയുവോളം കൊടുത്തതിൻ്റെ അനുഭവമാണ് സുറിയാനി ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രതിഫലമായി നമ്മൾ ഈ തലമുറ എന്ത് കർത്താവിന് കൊടുക്കുന്നു എന്നൊരു ചോദ്യം ഇവിടെ നമ്മെ ഭരിക്കേണ്ടതായിട്ടുണ്ട് എന്നതും കൂടി പ്രത്യേകമായിട്ട് ഈ സമയത്ത് പഴയ നിയമത്തിൻ്റെ വേദഭാഗം തീരുമ്പോൾ ഒന്ന് ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കാലത്തേക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വേറെ ആശയത്തിലേക്കാണ് ഇത് പോകുന്നത്. ദശാംശം മാത്രം പോരാ, ഒത്തിരി കാര്യങ്ങൾ വേണമെന്നതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചു, ശ്ലീഹന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സമയച്ചുരുക്കും കാരണം 1-2 വാക്യങ്ങൾ മാത്രം എഴുതാം. ദശാംശത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ ഏറ്റവും നല്ല ദൃഷ്ടാന്തം ആരായിരിക്കും? മിക്കവാറും ഞായറാഴ്ചകളിൽ അച്ഛന്മാർ അത് ഹൂത്തോമയിൽ പാടുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. എന്തുവാ? നിർധനയാമ വിധവയുടെ ചില്ലിക്കാശ്. എന്ത് സന്തോഷമാണ് കേൾക്കും തന്നെ അല്ലേ? ചില്ലിക്കാശ ഇട്ടുള്ളൂ, പക്ഷെ എല്ലാ അച്ഛന്മാരും അത് പാടുകയും ചെയ്യും. നമ്മളൊക്കെ അത് കേട്ടച്ചും പോകും, ആ വിധവയെക്കുറിച്ച് സന്തോഷിച്ചിട്ടും പോകും. പക്ഷെ നമ്മൾ ഇടത്തില്ലെന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, തനിക്കുള്ളത് സകലതും ദശാംശമല്ല ഇട്ടത്. എന്തുമായിരുന്നു? ആ 2 കൈ ചില്ലിക്കാശ ഉള്ളായിരുന്നു, അത് മൊത്തം ഇട്ടു അല്ലേ. കാലത്തിൽ ഇച്ചിരി മാവേ ഉണ്ടായിരുന്നു, ശകല എണ്ണ മൊത്തവും കൊടുത്തു. ആ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. വലിയ ഞാൻ പറഞ്ഞത് ആ വിധവമാരുടെ ജീവിതം, ഈ 2 വിധവമാരും ഒരു വലിയ ദൃഷ്ടാന്തമായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിന്ന് കാണും. എന്താണ് ഉള്ളത്? സകലതും ദൈവത്തിനങ്ങ് സമർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. വിശുദ്ധ മർക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിലാണല്ലോ, 41-ാം വാക്യത്തിലാണല്ലോ പല ധനവാന്മാരും കൊണ്ടിട്ടേച്ചു പോയി. ചിലപ്പോൾ ഒരു 1,00,000 രൂപ ഇട്ട് കാണുമായിരിക്കും, ചിലപ്പോൾ ഇട്ട് കാണുമായിരിക്കും. നിശ്ചയിക്കാം, നമുക്ക് ചുമ്മാ ചിന്തിക്കാം. പാവപ്പെട്ട വിധവ 50 പൈസ കൊണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ 4 ഇട്ടുള്ളൂ. പക്ഷേ കർത്താവ് കണ്ടത് ഈ ചില്ലിക്കാശിട്ട വിധവയുടെ ഹൃദയത്തെയും ജീവിതത്തെയും സമ്പാദ്യത്തെയുമാണ് കണ്ടത്. നമുക്കിന്ന് കാണുവാൻ വലിയ തുട്ടുകളിടുന്നവരുടെ മാത്രമേ നമുക്ക് എണ്ണാൻ അറിയത്തുള്ളൂ അല്ലേ. പള്ളികളിലായാലും പേരൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഈ പെരുന്നാളിനൊക്കെ ഇങ്ങനെ സംഭാവനയൊക്കെ വിളിച്ച് പറയുമ്പോൾ 1,00,000 രൂപ ഇന്നാൾ, 10 രൂപ ഇന്നാൾ. 10 രൂപ എന്ന് കേൾക്കുമ്പം ഈ പറയുന്ന ആളിനൊരു സുഖമില്ല. പക്ഷേ ഈ 10 രൂപയായിരിക്കും ദൈവം തമ്പുരാൻ്റെ സന്നിധിയിൽ വലിയ വിധവയുടെ ചില്ലിക്കാശായിട്ട് മാറുന്നത്. എല്ലാറ്റിനെയും ഒരുപോലെ കാണുവാൻ നമുക്ക് പറ്റുന്നില്ലെന്നുള്ളതൊരു ദുഃഖസത്യമാണ്. കർത്താവ് ഏറ്റവും ദൃഷ്ടാന്തമായിട്ട് കാണിച്ചിരിക്കുന്നത് തനിക്കുള്ളത് സകലതും ഇടുന്നതാണ് ദശാംശം. അതാ ദശാംശം. കർത്താവിൻ്റെ പഠിപ്പിക്കൽ അതാണ് അല്ലേ. കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ സ്വീകരിക്കുവാൻ നമുക്കിടയാകുമോ? നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് സമർപ്പിക്കുവാൻ ഇടയാകുമോ? കുഞ്ഞുങ്ങളെ ആരാധനകളിലും വിശുദ്ധ ജീവിതത്തിലൂടെ ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്കിടയാകുമോ? ഇന്ന് ആശ്രമങ്ങളിൽ ഒത്തിരി ആശ്രമം നമുക്കുണ്ട്. ആശ്രമങ്ങളൊന്നും ആളില്ല, കുഞ്ഞുങ്ങളില്ല. പ്രായമുള്ളവരുടെ സംഘടനയായി ഒരു സമൂഹമായിട്ട് ഇന്ന് ആശ്രമങ്ങൾ മാറുന്നു. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കമെന്ന വാക്യമുണ്ടെങ്കിലും ചില വേലയ്ക്ക് ഇഷ്ടം പോലെ ആളെന്നുണ്ടെന്നുള്ളതാണ് സത്യം. സുവിശേഷ വേലയ്ക്ക് ആൾ കുറവായിപ്പോയി. കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. സെൻറ്റ് പോൾസിൽ പഠിക്കുവാൻ, മാവേലിക്കരയിൽ പഠിക്കുവാൻ ആൾ കുറവാണ്. പക്ഷേ സെമിനാരി പഠിക്കുവാൻ ക്യൂ നിൽക്കുക അച്ഛനാകാൻ. എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല. പ്രിയമുള്ളവർ, വളരെയധികം നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ട സമയമാണ്. അവിടെയാണ് വിധവയുടെ ചില്ലിക്കാശിനെക്കുറിച്ച് തനിക്കുള്ള സകലതും ദൈവത്തിന് സമർപ്പിച്ച ദശാംശത്തിൻ്റെ വക്താവായിട്ട് നമുക്ക് ആ വിധവയെ കാണുവാനായിട്ട് പറ്റുന്നത്. അവിടെ അതുപോലെ തന്നെ മറ്റ് പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിന് സുവിശേഷം 10-ാം അധ്യായത്തിലും വേറൊരു വേദഭാഗത്തിലൂടെയൊക്കെ നമ്മൾ ഒത്തിരി വേദഭാഗങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് പറയാനായിട്ട് ഇനിയുമുണ്ട്. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് വേറൊരു തരത്തിലുള്ള ഈ ഇന്നത്തെ ദശാംശ രീതികൾ മാറ്റിമറിക്കണം എന്നൊരാശയമാണ് 10-ാം അധ്യായത്തിലൂടെയും നമ്മളവിടെ മനസ്സിലാക്കിക്കൊണ്ട്. അതുകൊണ്ട് ദൈവത്തിന് ദശാംശം അർപ്പിക്കുവാൻ പഠിക്കുവാൻ ഇടയാകണം എന്ന് പ്രത്യേകമായിട്ട് വേദഭാഗം നമ്മെ ഓർപ്പിക്കുകയാണ്. അവിടെ പറയുന്നുണ്ട്, 10-ാം അധ്യായത്തിൻ്റെ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം.
70 പേരെ നിയമിച്ചപ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ശുശ്രൂഷകൾ, അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് പറയുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ അതേ ആശയമാണ്. ശുശ്രൂഷകർ അവിടെ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ പോകണം, വേലക്കാരെ ചുരുക്കം എന്ന വാക്കിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ വായിച്ച് കേട്ടതാണ് നമ്മളിത്. അവിടെ പറയുന്നുണ്ട്, ആകയാൽ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരെ ചുരുക്കം. ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പി. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെപ്പോൾ ഞാൻ നിങ്ങളെ അയക്കുന്നു. സഞ്ചിയും പൊക്കണവും ചെരുപ്പും എടുക്കരുത്. വഴിയിൽ വെച്ച് ആരെയും വന്ദനം ചെയ്യുകയും ഏത് വീട്ടിൽ ചെന്നാൽ വീടിന് സമാധാനം എന്ന് ആദ്യം പറയുവിൻ. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവൻ്റെ മേൽ വസിക്കും. ഇല്ലെന്ന് വരികിലോ നിങ്ങളിലേക്ക് മടങ്ങിപ്പോരും. അവർ തരുന്നത് തിന്നും കുടിച്ചുകൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. അതിന് പിന്നെ താപ്പിട്ട് വരുമ്പോഴത്തേക്ക് പറയുന്നുണ്ട്, ഒന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല, ദൈവമെല്ലാം തന്നുകൊള്ളും, ഈ വേലയ്ക്ക് നാളില്ല. അതായത് അർത്ഥം, അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സമർപ്പിക്കുമ്പോൾ ധനപരമായി എന്തെങ്കിലും കിട്ടുവാൻ തരമുണ്ടെങ്കിൽ ആ വേലയ്ക്ക് അയക്കാം. ഈ വേലയ്ക്ക് അയക്കുവാൻ ആൾ കുറവാണെന്നുള്ളതാണ് വലിയൊരു സത്യം. അവിടെയാണ് കർത്താവ് വിലപിച്ചത്, കൊയ്ത്ത് വളരെയുണ്ടെന്നാൽ വേലക്കാർ ചുരുക്കം. പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ള കൊയ്ത്തിനു കൂടി നമുക്ക് സമർപ്പിക്കുവാൻ, കുഞ്ഞുങ്ങളെ സമർപ്പിക്കുവാൻ കഴിയുമോ? കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. 127 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, മക്കൾ ദൈവം നൽകുന്ന അവകാശവും അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ദാനവുമാണ്. ഈ ദാനത്തെ ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ മദ്ബഹായിൽ ഇഷ്ടം പോലെ കുഞ്ഞുങ്ങളെ കയറ്റുന്നുണ്ട്. എന്താ അതിൻ്റെ ഉള്ളിലെ ചേതോവികാരം എന്ന് എനിക്ക് അറിയുന്നില്ല. ഇഷ്ടം പോലെ, ചില പള്ളിയിലൊക്കെ 10-40 പേര് കാണാം. പക്ഷേ അവരെ ദൈവത്തിന് സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ, അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ ആയിരിക്കും എന്തോ, നല്ല മധുവായി കയറുന്നവർക്കൊക്കെ അനുഗ്രഹം കിട്ടുമെന്നൊരു ചിന്ത അതിൻ്റെ പിന്നിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. ദൈവത്തിന് യഥാർത്ഥമായി സമർപ്പിക്കുന്ന ശുശ്രൂഷകരായി സമർപ്പിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് അയക്കുവാൻ പറ്റുമോ? എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കത്തോലിക്ക ഭവനങ്ങളൊക്കെ കാണുമ്പോൾ. വടക്കോട്ടൊക്കെ ചെന്നാൽ നമ്മുടെ വളരെ 5 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ ഒരു ഭവനത്തിൽ ചെന്നാൽ ഒരു അച്ഛനും കാണും, ഒരു സിസ്റ്ററും കാണും. അനുഗ്രഹിക്കപ്പെട്ട സഭയായിട്ട് കുടുംബമായിട്ട് വളരാൻ ഒരു കാരണവും ചിലപ്പോൾ അതൊക്കെയായിരുന്നു. ദൈവത്തിന് വേണ്ടി അങ്ങ് സമർപ്പിക്കുക. അവിടെ കല്യാണം പോലും കഴിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചോണം. പക്ഷേ അവിടെയും ദൈവത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ സഭയായി, കുടുംബമായി വളരെ ഉന്നതിയിലേക്ക് വരുവാൻ തക്കതിന്മണ്ണം അവിടെയൊക്കെയും നമുക്ക് ഇടയാകുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കണം. 11-ാം അധ്യായത്തിലാണല്ലോ പരീശൻ്റെ കാര്യം അവിടെ പറയുന്നത്. 11-ാം അധ്യായത്തിൽ പരീശന്മാരെ വളരെയധികം വിമർശിക്കുന്നതായിട്ട് അവിടെ നമ്മൾ കാണുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം മുതലൊക്കെ നമ്മൾ വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവിടെ ഈ പരീശൻ അവിടെ പറയുന്നുണ്ട് അല്ലേ, ജീരകവും ചതകുപ്പയിലും ഒക്കെ ദശാംശം കൊടുക്കുന്നവനാണ്. പക്ഷേ കർത്താവ് അവൻ്റെ ദശാംശത്തെ സ്വീകരിക്കുന്നു. അപ്പം നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ ദശാംശം മാത്രമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, നിൻ്റെ ഹൃദയവും കൂടി നീ സമർപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഈ ദശാംശം കൊടുത്തവൻ മാറി നിന്ന് പരിഹസിക്കുകയും, ആരെ പരിഹസിക്കുകയാണ്? പാവപ്പെട്ട ചുങ്കക്കാരനെ പരിഹസിക്കുക. അവൻ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ കഴിയാത്തതിന്മണ്ണം നിന്നുകൊണ്ട് വിഷമിക്കുകയും. വായിച്ചു കേൾപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം ദശാംശം കൊടുത്തതിന് മാത്രമാകുകയില്ല എന്ന ആശയമാണ്. പരീശന്മാരായ നിങ്ങൾക്ക് അയ്യോ കഷ്ടം, നിങ്ങൾ തുളസിയിലും അരുതയിലും എല്ലാ ചീരയിലും പതാരം കൊടുക്കുകയും ന്യായവും ദൈവസ്നേഹവും വിട്ടുകളയുകയും ചെയ്യുന്നു. ഇത് ചെയ്യുകയും അത് ത്യജിക്കാതിരിക്കുകയും വേണം. പരീശന്മാർ നിങ്ങൾക്ക് അയ്യോ കഷ്ടം കഷ്ടമെന്ന് പറയുകയാണ്. പ്രിയമുള്ളവരെ, ജീവിതം കൂടി, നമ്മുടെ ക്രിസ്തീയ ജീവിതം കൂടി ദൈവത്തിന് സമർപ്പിക്കുന്ന യഥാർത്ഥ ജീവിതമായി മാറുമ്പോൾ മാത്രമേ ദശാംശത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. ദശാംശം കൊടുത്തതിന് മാത്രം കാര്യമായില്ല എന്ന് കർത്താവ് അതുകൊണ്ടാണ് നമ്മെ അങ്ങനെ പഠിപ്പിച്ചത്. ഒരു വാക്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. യാക്കോബിൻ്റെ ലേഖനം വളരെ ശ്രേഷ്ഠമായ ഒരു ലേഖനമാണ്. ഈ വർഷത്തെ സ്ത്രീ സമാജത്തിന് അതിൽ നിന്നാണ് പരീക്ഷ ഇടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയും ഇതുപോലെ ഒരു നല്ല ആശയം, വ്യാപകമായ ആശയമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കി പഴയ നിയമത്തിലെ പോലെയുള്ള ആശയം സ്വല്പം കൂടി വളരെ അർത്ഥവത്തായ ആശയമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 27 മുതലുള്ള വാക്യത്തിലൊക്കെ അതിനെക്കുറിച്ചും അവിടെ വളരെ ഭംഗിയായിട്ട് കാണുന്നുണ്ട്. പിതാവായ ദൈവത്തിന് മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ജീവിതമോ ഭക്തിയോ അനാഥരെയും വിധവുമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകണം. ദശാംശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവസാനത്തെ വാക്യമായിട്ട് അതിരിക്കട്ടെ. നമ്മൾ ദശാംശം കൊടുക്കുവാനും
നമ്മുടെ ജീവിതവും കൂടി അതിനനുസരിച്ച് വിശുദ്ധമാക്കി തീർക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കുമ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് ഇടയാകുവാൻ സാധിക്കും. ഞാനും മാത്യു സച്ചനും ബാംഗ്ലൂർ ജാലഹള്ളി പള്ളിയിലുണ്ടായിരുന്നു. ഇരിക്കുന്ന ഇവിടുത്തെ അച്ഛനാണ് മാത്യു സച്ചൻ, മുത്തായി അച്ഛൻ. അവിടുത്തെ ജാലഹള്ളി പള്ളിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒത്തിരി സന്തോഷമുള്ളത്, ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട ധനപരമായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അവിടെ ഈ നാംസ് എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. അവിടുത്തെ ആൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ദശാംശം മാത്രം കൊടുത്താൽ പോരെ, ഇത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്കുള്ളത് കൂടി ഇനി കുറച്ചുകൂടി കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ആ കുടുംബങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ധനപരമായിട്ടും ആത്മീകമായിട്ടും ഒത്തിരി ദൈവം തമ്പുരാൻ ഈ മാലാഖി പ്രവചനത്തിൽ നമ്മൾ കേട്ടതുപോലെ തന്നെ വാരിക്കോരി ചൊരിഞ്ഞാൻ കൊടുത്തിരിക്കുകയാണ്. അവർ പിന്നെയും പിന്നെയും ദൈവത്തിന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, അത്തരത്തിലുള്ള ഒരു ദശാംശമായി നമ്മുടെ ജീവിതം മാറുവാനും നമുക്കുള്ള സകലത്തിലും ഞാൻ ഇത് ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് ഒത്തിരി വാക്യങ്ങൾ വായിച്ചു കേൾക്കുകയുണ്ടായി. സകലത്തിലും ദശാംശം കൊടുത്തുകൊണ്ട് നമ്മുടെ സമയത്തിന് ദശാംശം കൊടുക്കണം, നമ്മുടെ കഴിവുകൾക്ക് ദശാംശം കൊടുക്കണം, നമ്മുടെ കലാപരമോ അല്ലെങ്കിൽ ഏത് കഴിവുകളുണ്ടോ അത് മുഴുവനും ദൈവത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ നമുക്കിടയാകുമ്പോൾ നമ്മുടെ ദൈവം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാനിടയാകും. ഒരു പ്രസിദ്ധമായ ഗായിക, നല്ല സ്വരമാതിരിയുള്ള ദേശീയ അവാർഡ് കിട്ടിയ ഗായികയുടെ ഒരു സംസാരം ഞാൻ കേട്ടതാണ്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഈ സ്വരമാതിരിയുള്ള ശബ്ദം കൊണ്ട് ഞാൻ ദൈവത്തെ പാടി പുകഴ്ത്തിയില്ല. വെറും സിനിമാ ഗാനങ്ങളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ധനവരുമാനമുള്ള ഗാനങ്ങളും പാടി നടന്ന ഒരു ദിവസം വരെ ശബ്ദം പോയി. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഈ വലിയ ദാനത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ഇന്ന് ഞാൻ ദൈവത്തെക്കുറിച്ച് മാത്രം പാടി സന്തോഷിക്കുന്നു. പേര് പറയുന്നില്ല, ടി വിയിൽ കൂടെ വന്നതാണ്, വലിയ ദേശീയ അവാർഡ് കിട്ടിയതാണ്, പല ഭാഷയിലും പാടുന്നത്. ഞാൻ പറഞ്ഞത് പ്രിയമുള്ളവർ, നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളുടെ ദശാംശം ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ദൈവം നമ്മെ ആ തരത്തിൽ എല്ലാ തലങ്ങളിലും നമ്മെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി മാറുവാൻ കർത്താവെ നമുക്കിടയാക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ദൈവമായ കർത്താവെ, ഈ പരിശുദ്ധ ദിവസം ഈ ദേവാലയത്തിൽ വന്ന് അവിടുത്തെ പാദപീഠത്തിലിരുന്നു കൊണ്ട് യഹോവയാം ദൈവം ഞങ്ങളോട് കൽപ്പിച്ച ദശാംശത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും അതിൻ്റെ ആന്തരികവും വ്യാപകവുമായ അർത്ഥങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾക്ക് നീ ഭാഗ്യം തന്നുവല്ലോ. വെറും കേൾവിക്കാരെ പോലെയാകാതെ അത് പ്രാവർത്തികമാക്കുവാൻ തക്കതിന്മണ്ണം അടിയങ്ങളെ നീ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങൾ ജനിച്ചു വന്നപ്പോൾ ഞങ്ങളൊന്നും കൊണ്ടുവന്നവരല്ല. നിന്റെ കൃപയാലും കരുണയാലും ദാനമായി ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. യഹോവ തന്നു എന്ന് യോബിനെ പോലെ പറയുവാൻ, ലഭിച്ചതല്ലാതെ എനിക്ക് ഒന്നുമില്ല എന്ന് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായെ പോലെ പറയുവാൻ ദൈവമായ കർത്താവേ, അത്തരത്തിലുള്ള ആത്മീയ ഉയർച്ചയിലേക്ക് ഉയരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങൾക്കുള്ള സകലതും അഭിമാനിക്കത്തക്കതായി എന്തെങ്കിലും ഞങ്ങൾക്കുണ്ടെങ്കിൽ അത് മുഴുവനും നിൻ്റേതാകുന്നുവല്ലോ. നിനക്ക് അതിലൊരംശം തരുവാൻ തക്കതിന്മണ്ണം നിനക്ക് വേണ്ടി വിനിയോഗിക്കുവാൻ അടിയങ്ങളെ നീ സഹായിക്കുമാറാകണമേ. ആ വിധവ തനിക്കുള്ളതൊക്കെയും ദൈവത്തിന് സമർപ്പിച്ചതുപോലെ ദൈവമേ, ഞങ്ങളുടെ ദശാംശം നിനക്ക് സമർപ്പിക്കുവാനും അതിലുപരിയായി വിശുദ്ധ ജീവിതത്തിൻ്റെ ഇരുതുള്ളി കണ്ണുനീർ പൊഴിക്കുന്ന അനുതാപ ഹൃദയമുള്ള കാണിക്കകളായി ഞങ്ങൾ മാറുവാനും അടിയങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സമ്പാദ്യങ്ങളെയും ഞങ്ങളുടെ കഴിവുകളെയും എല്ലാ കാര്യങ്ങളെയും ഞങ്ങൾ തിരുവൻപാകെ സമർപ്പിക്കുന്നു. 30, 60, 100 മേനിയായി വിളയുവാൻ തക്കതിന് കർത്താവെ നീ സഹായിക്കണമേ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക വാക്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ചുവല്ലോ. ദൈവമായ കർത്താവെ, അതിലൂടെ അനുഗ്രഹം ലഭിച്ചവരെയും ശാപം കിട്ടിയവരെയും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ ദശാംശം കൊടുക്കുന്നുവോ എന്നൊരു സ്വയപരിശോധനയിലൂടെ പുറമോട്ട് നോക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്നില്ല ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമായ കർത്താവ്, ഇനിയുള്ള ജീവിതത്തിലൂടെ നിനക്ക് സമർപ്പിക്കപ്പെട്ടവരായി, ഞങ്ങളുടെ ഹൃദയം സമർപ്പിക്കപ്പെട്ടവരായി ഞങ്ങൾ ദശാംശത്തിലൂടെ നിന്നെ സമർപ്പിക്കുവാൻ തക്കതിന് അടിയങ്ങളെ നീ സഹായിക്കണമേ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട മാലാഖി പ്രവചനത്തിൽ കേട്ടതുപോലെ സ്വർഗം തുറന്ന് ഞങ്ങളെ സഹായിക്കുവാൻ തക്കതിന് നീ മനസ്സുള്ളവനാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിനക്ക് പ്രതിപകരമായി ഞങ്ങളെ തന്നെ കാണിക്കുക സമർപ്പിക്കാൻ ഇടയാക്കുമാറാകണമേ. കടന്നു വന്ന എല്ലാവരെയും, ഈ വചനം ശ്രവിച്ച എല്ലാവരെയും അപ്രകാരം നീ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ദൈവമേ, ഈ ദേവാലയത്തെയും ഈ സെമിനാരിയെയും ഈ പ്രദേശത്തെയും അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അനേകർക്ക് അനുഗ്രഹമായി ശരണമായി ഇത് ആയിത്തീരുമാറാകണമേ. പരിശുദ്ധ പരമരത്തിൻ്റെ ജീവിതം സാംശീകരിക്കുവാൻ ഇടയങ്ങളെ നീ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളെ വാങ്ങിപ്പോരുമ്പോൾ പ്രതീക്ഷയിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും അവരും നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധ സഹായിക്കും. നാളെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാനായിട്ട് തന്നെ